السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാന്യരായ മഹത്തായ ഈ ഇൽമിന്റെ മജ്ലിസിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മളൊരു വലിയ ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. തൗഹീദി രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ വാഗ്ദാക്കളാണ് നാം ഓരോരുത്തരും. ഇൽമിയായ മേഖലകളിൽ നിരവധി ഇടപെടലുകൾ നടത്തുവാൻ, നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാലോചിതമായ ഇടപെടലുകൾ കൂടുതൽ ആവശ്യമായി വന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പഴയകാല ഉറുദി പ്രഭാഷണങ്ങളിൽ നിന്നെല്ലാം മാറി അക്കാദമിക് തലത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ചർച്ചകളുമൊക്കെ വളരെ സജീവമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഒരു മജ്ലിസുൽ ഇൽമ് അതിന് തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ ലക്ഷ്യത്തിൽ ഒന്ന്, അള്ളാഹുവിന്റെ ദീൻ അതിന്റെ സോഴ്സിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഒന്ന്. രണ്ട്, നമ്മുടെ മുൻഗാമികളായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല പണ്ഡിതന്മാർ ലക്ഷ്യം വെച്ച അറബി ഭാഷയുടെ പഠനം 1-2 വർഷങ്ങൾ കൊണ്ട് അറബി ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് സ്വന്തമായി തന്നെ കിതാബുകൾ വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാവുന്ന ഒരു പ്രാപ്തിയിലേക്ക്
രംഗത്ത് നമ്മൾ പിന്നോക്കം പോയി എന്നുള്ളത് ആ രംഗത്ത് നമുക്ക് വന്ന വീഴ്ചയാണ്. ആ വീഴ്ചകളെ തിരുത്തി കൂടുതൽ അറബി ഭാഷയ്ക്ക് പ്രമോഷൻ കൊടുക്കുന്ന രൂപത്തിലും അത് പഠിക്കുന്ന രൂപത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ കിതാബ് തൗഹീദിനെ സംബന്ധിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. കിതാബ് തൗഹീദ് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് വളരെ നിർബന്ധമായും നമ്മൾ വായിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഗ്രന്ഥങ്ങൾ, അതിന്റെ വായന തുടർച്ചയുണ്ടാവും. ഇന്നിവിടെ മാസത്തിൽ ഒരു ക്ലാസ് എന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിതാബ് തൗഹീദിന്റെ ഷറഹിൽ ഒന്ന് ഇതാണ്. ഇത്രയും പേജുകളൊരു ഗ്രന്ഥം മാസത്തിൽ ഒരു തവണ വീതം വായിച്ചാൽ ഇത് തീരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ബർസഖിലെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാസത്തിൽ നമ്മുടെ ഈ ജമാഅത്ത്, നമ്മുടെ ഇരുത്തം, അത് സജീവമായ ചർച്ചകളുടെയും ചോദ്യോത്തരങ്ങളുടെയും ഒക്കെ ഒരു രൂപമാക്കി മാറ്റുകയും 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ നമ്മുടെ ഈ പഠനം നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന രൂപത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കിതാബ് തൗഹീദ് നമുക്കറിയാം വളരെ ചരിത്രം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമാണ്. ഒരുപാട് എതിരാളികൾ ഈ കിതാബിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചത് ഇതിലെ ആശയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്ന ആളുകൾ പോലും ഇതിന്റെ അഹലുകാരായി മാറി എന്നുള്ളതാണ്. ഈ ഗ്രന്ഥം അതിന്റെ മുഅല്ലിഫ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന മഹത് വ്യക്തിത്വമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി വായിക്കുന്ന പുസ്തകം ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം നാടുകളിൽ എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ മണം എനിക്കിപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നാണ് ആ പുസ്തകം ആദ്യമായി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അവിടുന്ന് എനിക്ക് സഞ്ചരിക്കേണ്ടത് കൂട്ടിലങ്ങാടിയിൽ ഞാൻ ഓതുന്ന ദറസ് അങ്ങോട്ടാണ്. ബസ് വരുന്നത് വരെയുള്ള സമയം, ബസ്സിലിരുന്ന സമയം. പിന്നെ ഞാൻ കൂട്ടിലങ്ങാടിയിൽ ഇറങ്ങി ദറസിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ നടന്നുകൊണ്ട് വായിച്ച് പൂർത്തിയാക്കിയ പുസ്തകമാണ് ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം നാടുകളിൽ എന്ന പുസ്തകം. അതിൽ സമർത്ഥിക്കുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളൊരു ബ്രിട്ടീഷ് ചാരനാണ് എന്നാണ്. അത് എഴുതിയ ആളുടെ പേര് അതിന്റെ പുറംചട്ടയിൽ കൊടുത്ത് ഹംഫർ എന്നാണ്. ഹംഫറിന്റെ പുസ്തകമാണ്, ഹംഫറിന്റെ ഡയറി കുറിപ്പാണ് ആ പുസ്തകം എന്നാണ്. ഞാനത് വായിക്കുകയും അതിലെ പോയിന്റുകൾ എഴുതി വെക്കുകയും ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രസംഗങ്ങളിൽ അതിലെ കോട്ടിങ്സുകൾ എടുത്തുദ്ധരിക്കുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും കിതാബുകൾ നോക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രായമായപ്പോ യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ അന്ന് വായിച്ചത് മുഴുവനും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്കെതിരെ ഗൂഢശക്തികൾ പറഞ്ഞു പരത്തിയ കെട്ടുകഥകളാണെന്നും കള്ളക്കഥകളാണെന്നും മനസ്സിലാക്കിയത്. വർഷങ്ങൾ മുന്നോട്ട് പോയി. ആ വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഞാനൊരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ നിസാമി എന്നാണ്. ആ ഉസ്മാൻ നിസാമി വർഷങ്ങൾക്ക് ശേഷം ഞാൻ പരിചയപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ ആ പേര് നേരത്തെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉസ്മാൻ നിസാമി. ആ പേര് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം നാടുകൾ എന്ന പുസ്തകം പരിഭാഷപ്പെടുത്തിയ ആളിന്റെ പേരാണ് ഉസ്മാൻ നിസാമി. ഞാൻ പരിചയപ്പെടുമ്പോൾ ഉസ്മാൻ നിസാമി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല പഠിപ്പിച്ച പാഠങ്ങൾ ഓതിപ്പടിച്ച് പൂർണ്ണ സലഫിയായി നിൽക്കുന്ന ഉസ്മാൻ നിസാമിയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം പുതിയതായി എഴുതി. ആ പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുൽ വഹാബ്. നവോത്ഥാന ചരിത്രത്തിലെ നായകനായി
മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉസ്മാൻ നിസാമി എഴുതിയ പുസ്തകത്തിന് ഞാനാണ് അവതാരിക എഴുതിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ വിമർശകരായി കടന്നു വന്ന ആളുകളെപ്പോലും തൗഹീദിന്റെ അജയ്യമായ ആയാത്തുകളെ കൊണ്ട് സമഗ്രമായി സ്വാധീനിച്ച വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയം വിശദമായി ചർച്ച ചെയ്യണം. ഇന്ന് ലോകതലങ്ങളിൽ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും അക്കാദമിസ്റ്റുകളും ഇസ്ലാം വിമർശകരും എന്ന് വേണ്ട സർവരും വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്ന അല്ലെങ്കിൽ വിധേയമാക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്ന് ചുരുക്കി സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ സലഫികൾ രംഗത്ത് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഓമന പേരുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ആ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വന്നത്. മറ്റൊന്നുമല്ല, വഹാബി എന്നുള്ളതാണ്. വഹാബി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ടും അതിനൊരു മറ്റൊരർത്ഥം ചാർത്തിക്കൊണ്ടുമാണ് ആ പ്രയോഗം നടത്താറുള്ളത്. അപ്പോ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പൊതുമഹല്ലുകളിലെ ഉസ്താദുമാരാണ്. ആ പ്രയോഗം കൊണ്ട് സമൂഹത്തിലെ ഒരു സംഘം ആളുകളെ ചാപ്പിയടിച്ച് മാറ്റി നിർത്തുന്നത്. അഥവാ നമ്മുടെ നാട്ടിലെ മഹല്ലുകളിൽ സമസ്തയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി വരുന്ന ഉസ്താദുമാർ ഏതെങ്കിലും ഒരാളെ തൗഹീദ് പറഞ്ഞാൽ അയാൾ വഹാബിയാണ്, ഇയാൾ വഹാബിയാണ്. ഇപ്പൊ വഹാബികൾ മാത്രമേ ഉള്ളൂ അക്കൂട്ടത്തിൽ എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട് മറുഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് ആളുകൾ. ഞാൻ അതിലേക്കൊന്നും കിടക്കുകയില്ല. പക്ഷെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന സ്ഥാപനം. പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന ജാമിഅ നൂരിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാരുടെ പേരാണ് ഫൈസി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഫൈസിമാർ പഠിച്ചിറങ്ങുന്നത് പട്ടിക്കാട് നിന്നാണ്. അപ്പോൾ വലിയ വലിയ സമസ്തയിലെ മുഷാവറയിലെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അധ്യാപകരായുള്ള സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ എന്നുള്ളത്. ആ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള പണ്ഡിതന്മാരുടെ അധ്യാപകരുടെ അധ്യാപകനായ അബൂ സുഹൈൽ അൻവർ അബ്ദുള്ള ഇബ്ൻ അബ്ദുറഹ്മാൻ അൽ ഫദ്ഫരി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ കിതാബു തൗഹീദിനെ പദ്യരൂപത്തിൽ അറബിയിലാക്കി പ്രസിദ്ധീകരിച്ചു. അയാൾ ഒരിക്കലും സലഫിയല്ല. അദ്ദേഹം ഒരിക്കലും സലഫി ആയിട്ടില്ല. അദ്ദേഹം സലഫി പ്രവർത്തകനല്ല, KNM-ന്റെ ആളല്ല, ISM പ്രവർത്തിക്കുന്ന ആളല്ല, KJU മെമ്പർഷിപ്പ് എടുത്ത ആളല്ല. സമസ്തയിലെ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ അധ്യാപകന്മാരുടെ അധ്യാപകൻ, ഉസ്താദുൽ അസാത്തീസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന അദ്ദേഹം ഇത് നളുമ ചെയ്തു, കവിതയാക്കി. അപ്പോൾ അത് തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്ന ഹംദ് കൊണ്ട് നമ്മുടെ ഈ പരിപാടി ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഏതൊരു സമൂഹമാണോ ഇതിന്റെ പേര് നമ്മൾ എതിർത്തത്, അവരുടെ തന്നെ പണ്ഡിതന്മാർ അവർ ഈ കിതാബു തൗഹീദിന് അത് പദ്യരൂപത്തിലാക്കിയപ്പോ അതിന് തുടക്കം കുറിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഹംദ് പറയാം. എന്താ ഇങ്ങനെയാണ് ഹംദ് പറഞ്ഞത്? അൽഹംദുലില്ലാഹിൽ അലിയിൽ ഖാലിഖി അൽ മുബ്ദിഉൽ മുഈദു ലിൽ ഖാലായിഖി يأمر بالإيمان والأعمال ينهى عن الإشراك والإهمال. സർവ പടപ്പുകളെയും സൃഷ്ടിച്ച സർവ സൃഷ്ടികളുടെയും ഖാലിഖായ അലിയായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആ റബ്ബിന്റെ പ്രത്യേകത യഅ്മുറു ബിൽ ഈമാനി വൽ അഅ്മാൽ, ഈമാൻ കൊണ്ടും അമലുകൾ കൊണ്ടും അവൻ കൽപ്പിച്ചു നമ്മളോട്. മാത്രമല്ല അവൻ വിരോധിച്ചു അനിൽ ഇശ്റാഖി വൽ ഇഹ്മാലി, ശിർക്ക് ചെയ്യരുത്, അശ്രദ്ധയിലാകരുത്, യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അവഗണിച്ചു പോകരുത്.
നേരെ മറിച്ച് ശിർക്കില്ലാതെ ഈമാനും അഅ്മാലുകളും കൊണ്ട് ജീവിക്കണം, അല്ലെങ്കിൽ ആ രൂപത്തിലാകണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. മാത്രമല്ല വബയ്യനൽ ഹുദാ മിനല്ലാലാലി ഫലിൽമുതീഇ അഹ്സനുൽ മാആലി. ആ റബ്ബ് തആല ഹിദായത്ത് എന്താണെന്ന് വ്യക്തമാക്കി തന്നു, വലാലത്ത് അത് വേർതിരിച്ചു തന്നു. മാത്രമല്ല അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്ക് ഉന്നതമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. അപ്പൊ ഈ ഹംദ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടാണ് കിതാബു തൗഹീദിന് അദ്ദേഹം നദ്മ് എഴുതുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന വരികളിൽ, വാചകങ്ങളിൽ നമ്മുടെ ഈ ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? മുജദ്ദിദിൽ വാറാ വഫീലുൻ നായിലി മുഹമ്മദിൻ യുസഹിലുൽ മാറാമ ഹിഫ്ളൻ വഇത്ഖാനൻ ലിമൻ ഖദ് റാമാ. അദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ ക്രോഡീകരിക്കുന്ന, നദ്മ ചെയ്യുന്ന, പദ്യരൂപത്തിലാക്കുന്ന ഈ ഗ്രന്ഥം അത് എഴുതിയത് ധീരനായ, ഇമാമായ, ശൈഖായ, മുജദ്ദിദായ, പരിഷ്കർത്താവായ, നവോത്ഥാന നായകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയാണ്. നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സലഫികളോ കേരളമിന്റെ ആളുകളോ ഒന്നുമല്ല. ഫൈസിമാരുടെ ഉസ്താദ് അറബിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ, മലയാളത്തിലല്ല, മലയാളത്തിൽ പറഞ്ഞാൽ പിന്നീട് അവരുടെ കഥ തന്നെ കഴിഞ്ഞു പോകും. അറബിയിൽ പറയുന്നത് മുജദ്ദിദായ, പരിഷ്കർത്താവായ, നവോത്ഥാന നായകനായ, ധീരനായ, ആരെയും ഭയപ്പെടാത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണിത് രേഖപ്പെടുത്തിയത്. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എല്ലാ മസ്അലകളെയും വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, ഈ വിഷയത്തെ അദ്ദേഹം വളരെ എളുപ്പമാക്കി തന്നു, സഹിലാക്കി തന്നു എന്നാണ് വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ഫളുഫരി ഉസ്താദ് ദുആ ചെയ്യുകയാണ്, തഖബ്ബലല്ലാഹുൽ കരീമു വജഅൽ ഫീ സാബിഖിൽ ഖൈറാത്തി മിൻ ഹുസ്നിൻ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു മഹത്തായ പ്രവൃത്തിയായി അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, ഉന്നതനായ അല്ലാഹു ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്കും ഒരു ബാധ്യതയുണ്ട്. ഏതൊരു ഗ്രന്ഥം ആരംഭിക്കുമ്പോഴും, ഏതൊരു കിതാബ് പഠിക്കുമ്പോഴും അത് ഇൽമാണ്, അറിവാണ്. ആ അറിവ് നമുക്ക് പറഞ്ഞു തന്ന, അതിന് സമയം മാറ്റിവെച്ച ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് വേണ്ടി തന്നവർ, അതിന് ശറഹ് എഴുതിയവർ, അതിന് വ്യാഖ്യാനം കുറിച്ചവർ, അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ കിതാബ് തൗഹീദ് വായിക്കുമ്പോൾ നമുക്കറിയാം നിരവധി ശറഹുകൾ അതിനുണ്ട്. നമ്മളിവിടെ അവലംബിക്കുന്നത് ഷെയ്ഖ് ഉസൈമീൻ, അതോടൊപ്പം തന്നെ ബഹുമാനായ ഷെയ്ഖ് ഫൗസാൻ, ഇവർ രണ്ടുപേരുടെയും ശറഹുകളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങുകയാണ്. ബഹുമാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം കിതാബ് ആരംഭിക്കുമ്പോൾ ആ കിതാബിന് പേരിട്ടത് കിതാബു തൗഹീദ് എന്നാണ്. എന്താണ് കിതാബു തൗഹീദ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് അതിന് ശറഹ് ചെയ്ത പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം, ലം യുദ്കർ ഫിൻ നുസഖ് അല്ലതി ബിഐദീനാ ഖുത്ബ ലിൽ കിതാബി മിനൽ മുഅല്ലിഫ്. സാധാരണ ഗ്രന്ഥം എഴുതുമ്പോൾ ഏതൊരു ഗ്രന്ഥത്തിന്റെയും തുടക്കത്തിൽ ഒരു ആമുഖമുണ്ടാകും. അത് എഴുതിയ മുഅല്ലിഫിന്റെ അഥവാ അതെഴുതിയ ആളിന്റെ ഒരു ആമുഖം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരം ഒരു ആമുഖമൊന്നും കാണുന്നില്ല. ഫഇമ്മ അൻ തകൂന സഖതത് മിനൻ നുസാഖ്, ചിലപ്പോൾ ഈ പകർത്തി എഴുതിയ ആളുകൾ അവർ പകർത്തി എഴുതിയപ്പോൾ ആ ഖുത്ബ വിട്ടുപോയതാകാം. വഇമ്മ അൻ യകൂന അൽ മുഅല്ലിഫ് ഇക്തഫാ ബിത്തർജമ ലിഅന്നഹാ ഉൻവാനുൻ അലാ മൗദൂഇൽ കിതാബി വഹുവ തൗഹീദ്. ചിലപ്പോൾ ഇത് കിതാബു തൗഹീദ് ആണല്ലോ, അതൊരു ആമുഖമൊന്നും ആവശ്യമില്ല എന്ന നിലക്ക് മുഅല്ലിഫ് തന്നെ, ഈ ഗ്രന്ഥം എഴുതിയ ആൾ തന്നെ അത് ഒഴിവാക്കിയതാകാം. കാരണം തൗഹീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി അതിനൊരു പുതിയ ആമുഖമൊന്നും നൽകേണ്ടതില്ല എന്ന നിലക്ക് ആമുഖം ഒഴിവാക്കിയതാകാം
ഏതായിരുന്നാലും അത്തരമൊരു ആമുഖം ഇതിന് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കിതാബു തൗഹീദ് എന്ന ഭാഗത്തെ വിശദീകരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ കിതാബു തൗഹീദ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ശാരിഹുകൾ പറഞ്ഞ് ഇതിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞ ഭാഗം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പറയുന്നതോടെ നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും സാധാരണ പറയാറുള്ളതാണ് കിതാബ്. എന്താണ് ഈ കിതാബ് എന്ന് പറയുന്നത്? അറബി ഭാഷയിൽ ഒരു കാര്യം പറയുമ്പോൾ ഭാഷാപരമായി തന്നെ അത് മനസ്സിലാക്കും, വിശദീകരിക്കും. എന്താണ് കിതാബ് എന്ന് പറയുന്നത്? വൽ കിതാബു ബിമഅന മക്തൂബ്. കിതാബ് എന്ന് സാധാരണ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന മക്തൂബ്, എഴുതപ്പെട്ടത് എന്ന അർത്ഥം ആ രൂപത്തിൽ അത് മനസ്സിലാവും. ഐ മക്തൂബും ബിൽ ഖലം, പേന കൊണ്ട് എഴുതപ്പെട്ടത്, അതിന് സാധാരണ കിതാബ് എന്ന് പറയും, എഴുതി കൂട്ടിയത്. ഔ ബിമഅന മജ്മൂ'. കിതാബ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം മജ്മൂ', സ്വരുക്കൂട്ടപ്പെട്ടത്, ശേഖരിക്കപ്പെട്ടത് എന്നാണ്. മിൻ ഖൗലിഹിം കതീബ. അറബി ഭാഷയിലെ കതീബ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് എടുക്കുന്നതാണത്. വഹിയൽ മജ്മൂ' മിനൽ ഖൈൽ. കുതിരകളുടെ ഒരു കൂട്ടം, അതിങ്ങനെ കൂട്ടമായി നിന്നാൽ അതിന് കതീബ എന്ന് പറയും. അപ്പൊ ശേഖരിക്കപ്പെട്ടത് മജ്മൂഅ, ഇതാണ് കിതാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇതിന്റെ ശാരിഹുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കിതാബു തൗഹീദ് എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കുന്ന ഒരു വാക്ക് കിതാബ് എന്ന വാക്കാണ്. കിതാബ് എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥതലങ്ങളിലാണ് അത് വിശദീകരിക്കപ്പെട്ടത്. ഒന്ന് മക്തൂബ്, എഴുതപ്പെട്ടത് എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തത് മജ്മൂ', ശേഖരിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ. ഈ രണ്ട് അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിതാബു തൗഹീദ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാക്ക് കിതാബ് എന്ന വാക്കിനുള്ള വിശദീകരണമാണത്. രണ്ട്, അത്തൗഹീദ്. എന്താണ് തൗഹീദ്? അമ്മ തൗഹീദു ഫഹുവ ഫിൽ ലുഗത്തി മസ്ദറു വഹദ ശൈ ഇദാ ജഅലഹു വാഹിദ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത് മറ്റു വാദല്ല. മറ്റു വാദാണെങ്കിൽ എനിക്ക് നിങ്ങളെ പൊക്കിക്കൊണ്ട് പോവാം. മറ്റു വാദാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് താഴെയിടുകയും ചെയ്യാം. മറ്റു വാദാണെങ്കിൽ നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്തി ചിരിപ്പിക്കാം. മറ്റു വാദാണെങ്കിൽ നിങ്ങളെ ചെറുത രൂപത്തിൽ കണ്ണു നനയിക്കുന്ന രൂപത്തിൽ കരയിപ്പിക്കാം. ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊരു ഗ്രന്ഥം, അതിങ്ങനെ വായിച്ചു പോവാൻ, മനസ്സിലാക്കി പോവാൻ. അപ്പോൾ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്കം എന്നുള്ള നിലക്ക് നിങ്ങൾ ഇങ്ങനെ കേൾക്കുക. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ രണ്ട് കിതാബൊക്കെ ചുമന്ന് വരിക, ഇതുപോലെ രണ്ട് കിതാബൊക്കെ എടുത്ത് വരിക, എന്നിട്ട് അതിങ്ങനെ നോക്കുക, അത് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ വായിച്ചു പോവുക. ഇനി അതല്ല എങ്കിൽ അതിൻ്റെ നോട്ട്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നേരത്തെ ശേഖരിച്ച് ഒന്ന് നോക്കി വരിക, ഹൈറ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാര്യം ഫിസിക്കലായ ഒരു ഗ്രന്ഥം ടച്ച് ചെയ്യുക, നമ്മൾ സാധാരണ ടച്ച് ശീലിക്കുന്നത് ഇതാണ്. ഇത് റൂഹില്ല, ഈ ടച്ച് റൂഹില്ലാത്ത ടച്ചാണ്. പക്ഷെ ഈ ടച്ചിന് റൂഹുള്ള ടച്ചാണ്. മനസ്സിലാക്കണം. ഫിസിക്കലായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാവും. ഒരു കിതാബ്, ഒരു ഗ്രന്ഥം, അതിങ്ങനെ തൊട്ട് വായിക്കുമ്പോൾ അതുമായി ഒരു ടച്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു അറ്റാച്ച് ഉണ്ടാവും. ആ കിതാബ് ഇങ്ങനെ നോക്കുമ്പോൾ അതിലെ വരികൾ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഷറഹുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അതുകൊണ്ട് കയ്യിലൊന്നും ഇല്ലാതെ ഈ ക്ലാസ്സിന് ഇനി വരരുത്. ഒന്നുമില്ലെങ്കിൽ ഒരു പേനയും പേപ്പറും എങ്കിലും കയ്യിൽ വേണം. പറ്റുന്ന സംഗതികൾ എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം. എഴുത്ത് എന്നുള്ളത് നിന്നു പോകരുത്. എഴുത്തറിയാത്ത ആളുകളാണ് കൂടുതലും. എഴുത്ത് നിന്നു പോകരുത്. അള്ളാഹു ആദ്യമായി പരിചയപ്പെടുത്തിയ ഉപകരണത്തിന്റെ പേര് കലം. അല്ലദീ അല്ലമ ബിൽ കലം. പേന കൊണ്ട്. ഇതൊക്കെ വേഗം പോവും, ഇതൊന്നും അധികം ആയുസില്ല. നമ്മൾ സാധാരണ പറയും ഇതൊക്കെ ഇങ്ങനെ കയറി പോയില്ല, ഇതൊക്കെ അടിച്ചു പോകാനുള്ളതാണ്, വേഗം തീരാനുള്ളതാണ്. മറ്റത് അവിടെ ശാശ്വതമായി നിലനിൽക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഭാഷയിൽ, സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നത് വഹദ ശൈഅ ഇദാ ജഅലഹു വാഹിദ, ഒരു വസ്തു അതിനെ ഏകമാക്കി, ഒന്നാക്കി, അത് മാത്രമാക്കി, അത് മാത്രമേ ഉള്ളൂ, ആ ഏകമായി അത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മസ്തറായി, ക്രിയാധാതുവായി വരുന്ന വാക്കാണ് എന്ത്? തൗഹീദ്. അപ്പൊ ഏകമാക്കൽ എന്ന് അതിനർത്ഥമുള്ളൂ, ഏകമാക്കൽ. എന്നാൽ ഷറഇലോ, ഷറഇൽ തൗഹീദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദീനിൽ പിന്നെ തൗഹീദ് എന്ന് പറയുന്നത് ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി മിനർ റുബൂബിയ്യത്തി വൽ ഉലൂഹിയ്യത്തി വൽ അസ്മാഇ വസ്സിഫാത്ത്. ഷറഇൽ, മതത്തിൽ, സാങ്കേതികമായി തൗഹീദ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനെ മാത്രമാക്കലാണ്. ഏതെല്ലാം വിഷയത്തിൽ? റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ, ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിൽ, അസ്മാ വസിഫാത്തിന്റെ വിഷയത്തിൽ. 3 കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാവാൻ. ഒന്ന്, അള്ളാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു എന്നുള്ള ഇസ്മുൽ ജലാല എന്താണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പഠനങ്ങൾ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇസ്മുൽ ജലാലത്തിനെ സംബന്ധിച്ച്, അള്ളാഹു എന്ന ആ നാമത്തെ സംബന്ധിച്ച പഠനം ഈ കാലഘട്ടത്തിൽ അത് പഠിക്കൽ അനിവാര്യമാണ്. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനെ വളരെ വികൃതമായി അവതരിപ്പിക്കുന്ന കാലമാണ്. നമ്മൾ നന്നായി അറിയണം, മനസ്സിലാക്കണം. തുല്യതയില്ലാത്തൊരു വാക്കാണത്. മറ്റൊന്നുമായി ഒരു തരത്തിലും തംസീൽ ചെയ്യാൻ, സദൃശ്യപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ അത്ഭുതകരമായൊരു കലിമത്താണ് എന്ത് എന്ത് അള്ളാഹു. ആ അള്ളാഹു എന്ന പേരിന് ഒരു പേരുണ്ട്, ആ പേരിനൊരു പേരുണ്ട്. അതാണെന്ത്? ഇസ്മുൽ ജലാല, ജലാലത്തിന്റെ ഇസ്മു. ആ ജലാലത്തിന്റെ ഇസ്മുള്ള ഒരേ ഒരാളെ ഉള്ളൂ, ഒന്നേയുള്ളൂ. അതാരാണ്? ആരാണ്? അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്, ഹൽ തഅലമു ലഹു സമീയ. ഇത് ചോദിച്ചത് 300 ചില്ലാനം വിഗ്രഹങ്ങളെ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിച്ച അറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ, തന്റെ ഇച്ഛക്ക് തോന്നുന്നതെല്ലാം അതിനെയെല്ലാം കൊണ്ടുവന്ന് വെച്ച് ആരാധിച്ച ആളുകൾ, സർവ്വതിനെയും ദൈവമാക്കിയ ആളുകൾ, അവരോട് ചോദിച്ച ചോദ്യമാണ് ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് പേരൊത്ത ഒരുത്തനുണ്ടോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ഡിതന്മാരതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞത്, മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ അള്ളാഹുവല്ലാത്ത പരകോടി ദൈവങ്ങളെ അവർ ആരാധിച്ചുവെങ്കിലും ഒരു ദൈവത്തെയും അവർ അള്ളാഹ് എന്ന് വിളിച്ചില്ല. ലാത്തെ അവരാരാധിച്ചു, ഉസ്സയെ അവരാരാധിച്ചു, ഹുബുലായെ അവരാരാധിച്ചു, ഇബ്രാഹിം നബി ആരാധിച്ചു, ഇസ്മായിൽ നബി ആരാധിച്ചു. പക്ഷെ അവരെ ആരെയും അവർ അള്ളാഹ് എന്ന് വിളിച്ചില്ല. ആരെയല്ലാതെ? റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ഒരു ശക്തിയെയും അവർ അള്ളാഹ് എന്ന് വിളിച്ചില്ല. അള്ളാഹ് എന്നവർ വിളിച്ചത് റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ റബ്ബിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ ഏകമാക്കലാണ് റുബൂബിയ്യ, റുബൂബിയ്യത്തിലും വൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിലും വൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാഉ വസ്സിഫാത്തിലും. അപ്പോ യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുമ്പോൾ അഖ്സാമുഹു, അതിന്റെ ഇനങ്ങൾ, അത് ഇലാ സലാസത്തി അഖ്സാം, യഥാർത്ഥത്തിൽ 3 ഇനങ്ങളാണ്. എന്ത്? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകമാക്കലാണ്. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ ശരിയാവും. അള്ളാഹുവിനെ ഏകമാക്കൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3ആക്കലാണോ? അങ്ങനെ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇത് 3ആക്കലല്ല. ഒരു പൂവിന്റെ ഗന്ധം, ഒരു പൂവിന്റെ നിറം, ഒരു പൂവിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ പൂവിനെ 3ആക്കലാണോ? 3 പൂക്കളാണോ അത്? ആണോ? ഇത് 3 ചേർന്നാണ് എന്ത്? ആ പൂവിന്റെ നിറവും ആ പൂവിന്റെ ആകൃതിയും പൂവിന്റെ മണവും. ആ പൂവിന്റെ മണത്തെ പറ്റി പറയുമ്പോ, പൂവിന്റെ രൂപത്തെ പറ്റി പറയുമ്പോ, അതുപോലെ തന്നെ പൂവിന്റെ നിറത്തെ പറ്റി പറയുമ്പോ, അത് യഥാർത്ഥത്തിൽ പൂവിനെ 3ആക്കല ആണോ? അല്ല, അതിന് പൂർണ്ണമായി ഉൾക്കൊള്ളലാണ്. ഇതുപോലെ തൗഹീദ് അതിന്റെ അഖ്സാമുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ചില വിവരദോഷികൾ പറയാറുണ്ട്, എന്ത്? ഇത് അള്ളാഹിനെ 3ആക്കലാണ്. അല്ല. തൗഹീദ് 3ആക്കലാണോ? അല്ല. നേരെ മറിച്ച് ഏകമായ തൗഹീദിന്റെ ഇനങ്ങളെ തിരിച്ചു മനസ്സിലാക്കലാണ്, ഇനം തിരിച്ചു മനസ്സിലാക്കലാണത്. അപ്പോ തൗഹീദുൽ ഉലൂഹിയ്യത്തും തൗഹീദുൽ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ ഇനം തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതൊന്ന് പറഞ്ഞു നോക്കണം. തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നുള്ളത്. ഇത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ആയത്തിൽ കൊണ്ടുവന്നു. സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്ത്. അതൊക്കെ ഇപ്പൊ തന്നെ എഴുതി വെക്കുക ഹൃദയത്തിൽ. സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്ത്. ഈ 65-ാമത്തെ ആയത്തിൽ ഈ 3ഉം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ആയത്തിലൂടെ പഠിപ്പിച്ചു. ആയത്ത് കാണാതെ പഠിക്കുക കഴിയുന്ന ആളുകൾ 10 വട്ടം ഒരു ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയാൽ അത് ഹൃദയസ്ഥമാകും. 10 വട്ടം അഖ്സാമു തൗഹീദ് എന്ന് പറയുമ്പോൾ ആയത്ത് ഇങ്ങനെ വരണം. സൂറത്ത് മറിയമിലെ 69-ാമത്തെ വചനം, 65-ാമത്തെ വചനം അതിങ്ങനെ മനസ്സിൽ വരണം. എന്താണത്? റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ.
ഈ ഒറ്റ ആയത്തിൽ 3 തൗഹീദിന്റെ 3 ഇനങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചിട്ടാണ്. റബ്ബുസ്സമാവാതി വൽ അർളി, ആകാശഭൂമികൾ റബ്ബ്, ആകാശഭൂമികൾ റബ്ബ്, വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ മുഴുവനും റബ്ബ്. അപ്പൊ സർവ്വതിന്റെയും റബ്ബ്, അതാ റുബൂബിയ്യത്ത്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഫഅ്ബുദുഹു, ആ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് നൽകണേ. വസ്തബിർ അലൈഹാ വസ്തബിർ ലിഇബാദതിഹി, ആ ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ക്ഷമയവലംബിച്ച് ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാതെ റബ്ബുൽ ആലമീന് മാത്രം നിങ്ങൾ ഇബാദത്ത് നൽകണേ. ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹുവിന് പേരൊത്തൊരുത്തനുണ്ടോ? അപ്പൊ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക, അതാണ് ഉലൂഹിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്. ഫഅ്ബുദുഹു റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമി റബ്ബിനെ മാത്രം ഫഅ്ബുദുഹു, നിങ്ങൾ ആരാധിക്കുക, അവിടെ ഉറച്ചു നിൽക്കുക. അവസാനത്തെ ചോദ്യം ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹുവിന് പേരൊത്ത ഒരുത്തനുണ്ടോ എന്ന് വെച്ചാൽ അസ്മാഉ വസിഫാത്ത്, അല്ലാഹുവിന് പേരൊത്ത ഒരുത്തനുണ്ടോ? ഇല്ല. അപ്പോ തൗഹീദിന്റെ 3 ഇനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ആയത്തിൽ പഠിപ്പിച്ചു തന്നു. ചില ആളുകൾ ഇതറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തൗഹീദ് അതിന് 3 ഇനുണ്ട് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ തിരിച്ചു ചോദിക്കും, തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകമാക്കലല്ലേ, പിന്നെ അതിനെ 3 ആക്കണോ എന്ന് ചോദിക്കുന്നത് അറിവുകേട് കൊണ്ടാണ്, വിവരമില്ലായ്മയാണ്. എന്നാൽ വളരെ കൃത്യമായി തന്നെ ഈ ഖിസ്മുകൾ വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉലമാ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇതിൽ ഒന്നാമത് പറഞ്ഞ അൽ ഖിസ്മുൽ അവ്വൽ തൗഹീദുർ റുബൂബിയ്യ. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? എന്താണ് യഥാർത്ഥത്തിൽ ഒന്നാമത് പറഞ്ഞ ഇനമായ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? ഹുവ ഇഫ്റാദുല്ലാഹി അസ്സ വജല്ല ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ. ഇതിന്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ 6 മണി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ മഗ്‌രിബൊക്കെ കഴിയുമ്പോൾ 5 മണിക്കൊക്കെ ഇപ്പോൾ തുടങ്ങാറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഉസ്താദുമാരുടെ വാളൊക്കെ ഒന്ന് കേട്ട് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പ്രസംഗങ്ങളും വാളുകളും ഖണ്ഡനങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സുബ്ഹാനല്ലാഹ്, ഇവരേത് മതത്തിലാണ്, ഇവരെന്താണ് ദീനായി മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പ്രസംഗിക്കുന്നത് വലിയ ഡിഗ്രികളുള്ള തലപ്പാവുള്ള ആളുകളാണ്. പക്ഷേ തൗഹീദുർ റുബൂബിയ്യത്ത് പോലും വേണ്ട വിധത്തിൽ അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ, അത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഹുവ ഇഫ്റാദുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ ഏകമാക്കലാണെങ്കിൽ അല്ലാഹുവിനെ മാത്രമാക്കലാണ്. ഏത് വിഷയത്തിൽ? ബിൽ ഖൽഖ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്, ഖാലിഖ് അല്ലാഹ് മാത്രമാണ്. വൽ മുൽക്ക്, സർവാധിപത്യം, മുൽക്കിയത്ത്, അത് അല്ലാഹുവിനാണ്. അതുപോലെ തദ്ബീർ, നിയന്ത്രണം, മുദബ്ബിർ, അത് അല്ലാഹുവാണ്. അപ്പോ ഖൽഖിന്റെ വിഷയത്തിൽ ഖാലിഖ് എന്ന കാര്യത്തിൽ അല്ലാഹു മാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെടുത്തു പറയണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ അടുത്ത സമയത്ത് ഒരു പാട്ട് നിങ്ങൾ കേട്ടു. എന്തായിരുന്നു പാട്ട്? മടവൂരാര പടച്ചോനാണോ എന്ന് നിന്നോട് ചോദിച്ചാൽ അതെ നമ്മുടെ പടച്ചോൻ മടവൂരാണ് എന്ന് മറുപടി പറയൂ. ഇപ്പൊ അതിനെ തർക്കം നടക്കാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ റുബൂബിയ്യത്തിലെ തൗഹീദ് പോലും ഉറച്ചിട്ടില്ലാത്ത ഇരുകാലികൾ. റുബൂബിയ്യത്തിൽ അള്ളാഹുവിനെ റബ്ബായി ഉൾക്കൊള്ളുമ്പോ എന്താണ് അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്ന അർത്ഥം? അവനാണ് ഖാലിഖ്. അപ്പൊ ഖൽഖ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുഹു ബിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ സൃഷ്ടാവെന്ന നിലയിൽ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ അയ്യഅ്തഖിദൽ ഇൻസാനു അന്നഹു ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ഒരാൾ ഉറപ്പിക്കലാണ്. എന്താണ് ഉറപ്പിക്കേണ്ടത്? ഇത് പറ്റൂല. അയ്യഅ്തഖിദൽ ഇൻസാൻ അന്നഹു ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഖാലിഖില്ല, അല്ലാഹുവല്ലാതെ ഖാലിഖില്ല, അല്ലാഹു മാത്രമാണ് ഖാലിഖ്. ഉറച്ചു പറയണം. എന്ത്? അല്ല, ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്ന് ഇപ്പൊ ചോദിക്കണ്ടോ നിങ്ങളുടെ മനസ്സ്? നിങ്ങൾ അല്ലേ തർക്കമുണ്ട്. ഇപ്പൊ തർക്കം നടക്കുക നമ്മുടെ നാട്ടിൽ. അല്ലാഹു അല്ലാതെ ഖാലിഖുണ്ട് എന്നതിന് ആയത്തോതും.
പുതിയ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്ന പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അല്ലാഹു അല്ലാതെ ഖാലിഖുണ്ട് എന്നതിന് ഖുർആനിൽ നിന്നായി തോന്നും, മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിതൊന്നും കേട്ടാലും നമ്മൾ സാധാരണ പറയാറുണ്ട്, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല, ഏത് മുസ്ലിയാർ കുലുങ്ങിയാലും മുജാഹിദുകൾ കുലുങ്ങൂല. അതുറപ്പിക്കണം. അന്നഹു ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഖാലിഖില്ല. ആരാത് പറഞ്ഞത്? അല്ലാഹു. എവിടെ പറഞ്ഞു? ഖുർആനിൽ. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അറിയണം, അല്ലാഹുവിനാണ് ഖൽഖുള്ളത്, അവനാണ് കൽപ്പനാധികാരമുള്ളത്. അറബി ഭാഷ പഠിച്ച കുറച്ചുകൂടി ഉഷാറായി ആയത്തിന്റെ അർത്ഥം മനസ്സിലാവും. കാരണം ഫഹാദിഹിൽ ജുംലതു തുഫീദുൽ ഹസ്ർ, ഈ ജുംലയിൽ ഹസ്റുണ്ട്. അറബി ഭാഷ അങ്ങനെ ക്രമീകരിക്കും, അതിൽ പല സംഗതികളും ഉൾച്ചേർത്ത് പറയാൻ കഴിയുന്ന ഭാഷയാണ് അറബി. അതുകൊണ്ട് അറബി പഠിക്കണം എന്ന് പറയുന്നത്. ഹസ്ർ കിട്ടും എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന അർത്ഥം ഇത് കിട്ടും. എന്തുകൊണ്ട്? ലിതഖദീമിൽ ഖബരി, ഇവിടെ ഖബർ മുന്തിച്ചു. സാധാരണ നമുക്കറിയാം ഇസ്മിയായ ജുംലയിൽ ഖബർ മുബത്തദിന് ശേഷം വരിക, ഖബർ തഖ്ദീറായിട്ടാ വരിക. പക്ഷെ ഇവിടെ തഖ്ദീമാണ്. അത് മുന്തിക്കുമ്പോ ഇന്ന തഖ്ദീമമാ ഹഖ്ഖുഹു തഖ്ദീർ യുഫീദുൽ ഹസ്ർ, അതായത് തഖ്ദീറായിട്ട് വരുന്ന ആ ഖബറിനെ തഖ്ദീം ചെയ്യുന്നത് അതുകൊണ്ട് ഹസ്ർ കിട്ടാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ മാത്രം എന്ന അർത്ഥം കിട്ടാനാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് പോലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിൽ മഫ്ഊൽ ആണ് അവിടെ മുന്തിച്ചത്, ഇവിടെ ഖബർ മുന്തിച്ചു. ഖബർ മുന്തിച്ചതിൽ നിന്ന് ഹസ്ർ കിട്ടും. അതുകൊണ്ട് ഉറച്ചു പറയാം, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അല്ലാഹുവിന് മാത്രമാണ് ഖൽഖ്. അത് ഖുർആൻ പ്രയോഗിച്ചു. മാത്രമല്ല മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിൽ അത് ചോദിച്ചു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അല്ലാഹുവല്ലാതെ സൃഷ്ടാവുണ്ടോ? ചോദ്യമാണ്. ഇവിടെ ഫഹാദിഹിൽ ആയത്തു തുഫീദ് ഇഖ്തിസാസൽ ഖൽഖി ബില്ലാഹി ലിഅന്ന ഇസ്തിഫ്ഹാമ ഫീഹാ മുശ്റബുൻ മഅന തഹദ്ദി. ഇവിടെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ വന്നതാണ്. ഹൽ, ഉണ്ടോ എന്നൊരു ചോദ്യം. ഉണ്ടോ? സാധാരണ അത് വെല്ലുവിളിക്കാൻ വേണ്ടി. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടാവ് ഉണ്ടോ? അമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി. എന്ത്? അംബിയ സുബദിൽ ആരടാ എന്നങ്ങനെ, അങ്ങനല്ലേ? മാരടാന്നാണ്, മാരടാ. പിന്നെ 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 ബല്ലർ നബി മഹ്മൂദർ ഹൗദിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. പണ്ടൊരു ആള് ചോദിച്ചു അറബിയിൽ ആരടാ എന്ന് ചോദിക്കണം. പണ്ടൊരു തർക്കം നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരാള് മറുഭാഗത്ത് വന്നിട്ട് ചോദിച്ചതാണ്, ഈ ആരടാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ അറബി എന്താണ്? ഈ ചോദിച്ച സാധനം വിചാരിച്ച് നമുക്ക് മറുപടി ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് ചോദിച്ചാണ്. അത് പോയി, ആ കാലം കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ചോദ്യം അങ്ങനെ വരണമെങ്കിൽ അത് തഹദ്ദിയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചു എന്നാ പറയണേ. ആ ചോദിച്ചത് എന്തിനാ? ആരെങ്കിലും ഉത്തരം പറയാനാണോ? ആണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരടാ എന്ന് ചോദിച്ച പോലെ ചോദ്യമാണോ അത്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരടാ എന്ന് ചോദിച്ച പോലെ ചോദ്യമാണോ അത്? ആണോ? അല്ലാതൊരു വെല്ലുവിളിയാണ്. ആരടാ എന്ന് ചോദിച്ചാൽ അതാണ് റബ്ബിന്റെ ചോദ്യം. ഇവിടെ ഇസ്തിഫാം കൊണ്ടുവന്നു അല്ലാഹു. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാടാ സൃഷ്ടാവ്? റബ്ബിന്റെ ചോദ്യമാണ്. അതൊരു തഹദ്ദിയാണ്, വെല്ലുവിളിയാണ്. ഈ രണ്ടായത്തുകൾ വെച്ചുകൊണ്ടാ പറയുന്നത് അമ്മാ മാ വറദ മിൻ ഇസ്ബാത്തി ഖാലിഖിൻ ഗൈരില്ലാഹ്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ ചോദ്യം തിരിയാതെ, റബ്ബ് പറഞ്ഞ ഈ ആയത്ത് മനസ്സിലാകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ തഖ്ദീം ചെയ്തും ഇസ്തിഫാമിന്റെ അതാ തിട്ടുകൊണ്ടൊക്കെ പറഞ്ഞിട്ടും തിരിയാതെ ചില ആളുകൾ ഇങ്ങനെ ആയത്തോതുമ്പോൾ അവർക്ക് വേറെ ഖാലിഖിനെ കാണാം. ഖുർആൻ നോക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ, ഈസാ നബിയുടെ മുഅ്ജിസത്ത് അള്ളാഹു പറഞ്ഞപ്പോ, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഹു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ല, ഞാൻ ഒരു രൂപം അതിനെ സൃഷ്ടിക്കുന്നവർ. അഖ്ലുഖു. നമ്മുടെ വേറൊരു ഹൈവാനുണ്ട്, ഒരു മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന ഒരാള്, സെബാസ്റ്റ്യൻ. അയാൾ പറയും ഖുർആനിൽ ഒരുപാട് പടച്ചോനുണ്ട് എന്ന് പറയുന്നുണ്ട്.
ആ ആയത്ത് തന്നെ ഇപ്പൊ ചില ഷെയ്ഖിന്റെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഓതുന്നുണ്ട്. ഈ സബാസ്റ്റിനോദി അതേ ആയത്ത്. അതെന്താണ്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഖാലിഖീൻ എന്ന് പറഞ്ഞ ബഹുവചനാണ്. അപ്പോ അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നു പടച്ചവന്മാരിൽ ഏറ്റവും നല്ല പടച്ചവൻ ആരാ? അങ്ങനെയാണ് അള്ളാഹ് ചോദിക്കണമെന്നാണ്. നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചു ആരെങ്കിലും തർക്കിക്കോ, എന്ത് ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ച് അല്ലേ? പക്ഷെ ഈ തൗഹീദുർ റുബൂബിയ്യത്തിലെ ഒരു ഭാഗമായ ഇഫ്രാദുല്ലാഹി ബിൽ ഖൽഖി, ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം പറയുന്നവൻ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതുമ്പോൾ മറ്റും പറക്കാണ്. ആര്? ഖുർആനിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അവൻ മറ്റവൻ ഒരു മോഡേണിസ്റ്റോ മറ്റെന്തോ എക്സോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഖുർആൻ, ഞാൻ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ അവൻ വേറെ വഴിക്ക്. നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇത്തരം ആയത്തുകൾ അഥവാ അമ്മാമാ വറദ മിൻ ഇസ്ബാതി ഖാലിഖിൻ ഗൈരില്ലാഹി കഖൗലിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതിന്റെ അർത്ഥം കഖൗലിഹി മിനൽ മുസബ്ബിരീൻ, രൂപമുണ്ടാക്കുക എന്ന അർത്ഥമേ അതിനുള്ളൂ. ഏതുപോലെ നാളെ ആഖിറത്തിൽ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരക്കുന്നവരോട് കൽപ്പിക്കുന്നൊരു വാചകം ഹദീസിന്റെ താളിൽ വന്നു, അഹ്യൂ മാ ഖലഖതും. അഹ്യൂ മാ ഖലഖതും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ പടച്ചതിന് നീ ജീവൻ കൊടുക്കുക. എന്താണ് ഈ പടച്ചത്? ഈ വരച്ചത്. അപ്പൊ വരച്ചുണ്ടാക്കാൻ അറബി ഭാഷയിൽ എന്ത് സാധാരണ പ്രയോഗിക്കാറുണ്ട്? ഖൽഖ്. അപ്പോ യഥാർത്ഥത്തിൽ ഈ അഹ്സനുൽ ഖാലിഖീൻ എന്ന പ്രയോഗത്തിലാകട്ടെ, അതുപോലെ തന്നെ അഖ്ലുഖു ലക്കും എന്ന് ഈസാ നബി പറഞ്ഞ ആ വാചകത്തിലാകട്ടെ, അവിടുത്തെ അർത്ഥം എന്താണ്? അഖ്ലുഖു ലക്കും എന്ന് പറഞ്ഞാൽ ഉസവ്വിറു ലക്കും എന്ന് ഞാൻ അർത്ഥമുള്ളൂ. എന്ന് വെച്ചാൽ രൂപം ഉണ്ടാക്കി തരും. ഞാൻ മണ്ണിങ്ങനെ കുഴച്ചിട്ട് കിളിയെപ്പോലെ ഇങ്ങനെ ഉണ്ടാക്കി തരും. പക്കി ഉണ്ടാക്കി, ബോട്ട് ഉണ്ടാക്കുമല്ലോ പണ്ട് മടക്കി, പേപ്പർ മടക്കി. അതാണ് അഖ്ലുഖു എന്ന് പറഞ്ഞാൽ ഉസവ്വിറു ലക്കും, ഞാൻ രൂപം ഉണ്ടാക്കി തരും. മറ്റേതൊരു പേപ്പർ ചുരുട്ടി ഒരു കൊക്കും ഒരു വാലൊക്കെ ഉണ്ടാക്കിയാൽ എന്തായി? ഉസവ്വിറു ലക്കും. ഒരു പടം വരച്ചു, ഒരു മനുഷ്യന്റെ പടം വരച്ചു, അതിനെന്താണ്? അഹ്യൂ മാ ഖലഖതും, നിങ്ങൾ പടച്ചതിന് നിങ്ങൾ ജീവൻ കൊടുക്കൂ. അപ്പൊ ഫഹാദാ ലൈസ ഖൽഖൻ ഹഖീഖ, ഇവിടെ പറഞ്ഞ ഖൽഖൊന്നും യഥാർത്ഥത്തിലുള്ള ഖൽഖേയല്ല. വലൈസ ഈജാദൻ ബഅദ അദും, ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കലല്ല, ഇല്ലാത്ത ഒന്നിനെ പുതുതായി സൃഷ്ടിച്ചു കൊണ്ടുവരലല്ല. ബൽ ഹുവ തഹ്വീലുൽ ലിശൈഇ മിൻ ഹാലിൻ ഇലാ ഹാൽ, ഒന്നുകൊണ്ട് മറ്റൊന്നുണ്ടാക്കുക. ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നുണ്ടാക്കി എടുക്കുക, പെട്രോൾ ഊറ്റിയെടുക്കുക, മണ്ണെണ്ണ ഊറ്റിയെടുക്കുക, മറ്റേതോ ഡീസൽ ഊറ്റിയെടുക്കുക. അപ്പോൾ ഒന്നിന്റെ ഹാല് മാറ്റം വരുത്തുക. വഅൈലൻ ലൈസ ശാമിലൻ ബൽ മഹ്സൂറുൻ ബിമാ യതമക്കനുൽ ഇൻസാനു മിൻഹു വമഹ്സൂറുൻ ബിദായിറതി വയ്യിഖിഹി ഫലാ യുനാഫി ഖൗലനാ ഇഫ്റാദുല്ലാഹി ബിൽ ഖൽഖ്. അപ്പൊ ഇത്തരം ഏതെങ്കിലും വാക്കുകളും പ്രയോഗങ്ങളും കാണുമ്പോൾ അത് ഹഖീഖത്തിലുള്ള ഖൽഖാണ്, യഥാർത്ഥ സൃഷ്ടിപ്പാണ്, തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഖൽഖ്, അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു പടപ്പിലേക്ക് ചേർത്ത് ഖൽഖ് എന്ന് കണ്ടാൽ അതിന് എത്ര അർത്ഥമുള്ളൂ? രൂപമുണ്ടാക്കുക എന്ന അർത്ഥമേയുള്ളൂ. അല്ലാതെ അദമിൽ നിന്ന് വുജൂദിലേക്ക്, ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തു ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്ന അർത്ഥം അതിലില്ല. അങ്ങനെയുള്ള ഒരുത്തനേയുള്ളൂ. അതാരാണ്? അദമിൽ നിന്ന് വുജൂദ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവൻ ഒരുത്തനേയുള്ളൂ. അതാരാണ്? അല്ലാഹു. ലാ ഖാലിഖ ഇല്ലല്ലാഹ്. ഇതങ്ങോട്ട് ഉറക്കണം. എവിടെ? ഖൽബിൽ. അപ്പോ തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹുവാണ് റബ്ബ്. ആ റുബൂബിയ്യത്തിലുള്ള ഏകത്വത്തിൽ ഒന്നാമത്തത് ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഖാലിഖില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് അവനെ മാത്രമാണ് മുൽക്ക്. മുൽക്കെന്ന് പറഞ്ഞാൽ അധികാരം. നമ്മെ സംബന്ധിച്ചിടത്തോളം അന്നഹു ലാ യംലികുൽ ഖൽഖ ഇല്ലാ ഖാലിഖുഹും, ഒരു പടപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പടപ്പിനെ അധീനമാക്കുന്നില്ല അവരെ പടച്ചവനല്ലാതെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. സൂറത്ത് ആൽ ഇംറാനിലെ 189-ാമത്തെ ആയത്താണ്. എന്തേ പറഞ്ഞത്? വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുൽക്ക്, ആധിപത്യം ഉള്ളവൻ അല്ലാഹുവാൻ, അധിപൻ അല്ലാഹുവാൻ.
വീണ്ടും ഒന്ന് ചോദിക്കുകയാണ്, കുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും മലക്കൂത്ത് ആരുടെ കയ്യിലാണ്? കുൽ ചോദിക്ക് നബിയെ, മൻ ബിയദിഹി ആരുടെ കൈകളിലാണ്? മലക്കൂത്ത് കുല്ലി ഷൈഇൻ, സർവ്വ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സർവാധിപതി അതാരാണ്? ഇതങ്ങോട്ട് ഉൾക്കൊണ്ടാല് നമ്മുടെ പകുതി പ്രശ്നങ്ങൾ, പകുതിയല്ല, ഒരു 80% പ്രശ്നവും തീരും. നമ്മുടെ ഈ ആവലാതി, വേവലാതി, വേജാറ് ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാകും. എന്ത് എൻ്റെ അധികാരമാരുടെ കയ്യിലാ? അപ്പൊ ഇന്ത്യയുടെ അധികാരമാരുടെ കയ്യിലാ? എന്താ പറയാൻ ഒരു മടി. ലാഗ് വരുന്ന എന്താണ്? ചെറിയൊരു ലാഗ്. മനസ്സിലാക്കണം, സർവാധിപതി ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധിപൻ അല്ലാഹുവാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്, അല്ലാഹു അല്ലാത്തവർ, അവരുടെ മേൽ നമ്മളിങ്ങനെ ചില അധികാരവും അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചില കൂടി അവൻ സെക്രട്ടറിയും പ്രസിഡന്റ്, അവനാണ് ഇപ്പൊ അതിന്റെ ആള് ഇതിന്റെ ആള് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. മാത്രമല്ല, ഒരു അടിമ ഉണ്ടെങ്കിൽ അടിമയുടെ കാര്യത്തിൽ ഖുർആൻ തന്നെ പ്രയോഗിച്ചു, ഇല്ല അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. മനസ്സിലായി? ഐമാ മലക്കത് ഐമാനുഹും. അപ്പോ ചില ആളുകളെ കുറിച്ച് തന്നെ അയാൾ മലക്കത്ത് ഉടമപ്പെടുത്തി എന്ന് പറഞ്ഞു, അല്ലേ? മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഔ മാ മലക്തും മഫാത്തിഹു. മനസ്സിലാക്കണം, നിങ്ങൾ അധീനപ്പെടുത്തിയത് എന്ന് ഖുർആൻ പറഞ്ഞു. ഫഹുവ മുൽക്കുൻ മഹ്ദൂദുൻ ലാ യശ്മലു ഇല്ലാ ശൈഅൻ യസീറൻ മിൻ ഹാദിഹിൽ മഖ്ലൂഖാത്ത്. അത് വളരെ കുറച്ച, നമുക്കിപ്പോൾ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ അധികാര പരിധി, പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ പറഞ്ഞാൽ അയാളുടെ അധികാര പരിധി, വീട്ടിൽ നമുക്കുള്ള അധികാരം ഉണ്ടല്ലോ, അത് നമുക്കറിഞ്ഞൂടെ അത് എത്ര ഉണ്ട് എന്നുള്ളത്. ഗൃഹനാഥനാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോഴും, ഭർത്താവാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോഴും, എൻ്റെ ചോട്ടിലാണ് ഈ പറമ്പ് എന്ന് പറയുമ്പോഴൊക്കെ അതിന്റെ അധികാരം എത്ര നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അത് മഹ്ദൂദുൻ ലാ യശ്മൽ ഇല്ലാ ശൈഅൻ യസീറ മിൻ ഹാദിഹിൽ മഖ്ലൂഖാത്ത് ഫൽ ഇൻസാനു യംലികു മാ തഹത യദിഹി വലാ യംലികു മാ തഹത യദി ഗൈരിഹി. എന്റെ കീഴിലുള്ള വളരെ ചെറിയ പരിമിതമായി, ഇപ്പൊ എന്റെ അധികാരത്തെ നോക്കിയാൽ നിങ്ങളുടെ അധികാരമൊക്കെ സ്വയം വിലയിരുത്തിയാൽ എത്രയാണ് നിന്റെ എത്ര കുറച്ചാണ് നമുക്ക് മനസ്സിലാവും. വകദാ ഹുവ മുൽകുൻ ഖാസിറുൻ മിൻ ഹൈസുൽ വസ്ഫ് ഫൽ ഇൻസാനു ലാ യംലികു മാ ഇൻദഹു തമാമൽ മുൽക്ക്. ഇനി ഉള്ളത് തന്നെ പൂർണ്ണമായി നമ്മൾ ആരും അധീനപ്പെടുത്തുന്നില്ല. ഉണ്ടോ? ഹാർട്ട് ഉണ്ടോ? എവിടെ? വല്ലതും ഉണ്ടോ? വല്ല ഉണ്ടോ? അധികാരം വല്ലതും ഉണ്ടോ? എപ്പോഴാ നിൽക്കാന്ന് പറയാൻ പറ്റുമോ? കണ്ണുണ്ടോ? വല്ലതുണ്ടോ? ഒന്ന് ഉരുണ്ടി വീണ കഥ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഴ്ച വീണുണ്ട്. ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ചെറിയൊരു വളവിലാണ് നിൽക്കുന്നത്, ചെറിയൊരു വീഴ്ച. പക്ഷേ അതോടുകൂടി നമ്മുടെ കഥ, നമ്മൾ വിചാരിച്ചു നമ്മൾ വലിയ ആളാണെന്നാണ്, അല്ലേ? ഒന്ന് ചെറുതായി കാൽവെറ്റ് വീണ കഥ കഴിഞ്ഞു നമ്മുടെ. ഒന്ന് തലയടിച്ചാൽ കഥ കഴിഞ്ഞു നമ്മുടെ. പിന്നെ എന്ത് അധികാരമാണ് ഈ പറയുന്നത്? ഫൽ ഇൻസാനു ലാ യംലികു മാ ഇൻദഹു തമാമൽ മുൽക്ക് വലിഹാദാ ലാ യതസറഫു ഫീഹി ഇല്ലാ അലാ ഹസബി മാ ഉദിന ലഹു ഫീഹി ശറഅൻ. ഇനിയിപ്പോ ഉണ്ട് തന്നെ വിചാരിക്കാം, ഉള്ളതിൽ തന്നെ അധികാരം ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്റെ പോക്കറ്റ് നോക്കിയാൽ അവിടെ ഇവിടെ തപ്പിയാൽ ഒരു 50 നോട്ട് ഇങ്ങനെ എടുക്കാം. ഇത് ആരുടേതാ? ഇതാരുടേതാ? ഇതിപ്പോ ആരുടേതാ? എൻ്റെ തന്നെയാണ്. ശരി, എനിക്കിപ്പോ ഇത് കത്തിക്കാൻ പറ്റുമോ? അതെന്താ? എൻ്റെ അല്ലേ, എനിക്ക് കത്തിച്ചൂടെ? ഇതെൻ്റെതല്ലേ, കത്തിച്ചൂടെ? അധികാരമില്ലത് കത്തിക്കാൻ ആർക്ക്? എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ കത്തിക്കാൻ ആർക്ക് അധികാരമില്ല? പിന്നെന്ത് മിൽക്കിയത്താടോ? പിന്നെന്ത് അധികാരമാണ്? അപ്പോ എൻ്റെ കയ്യിലുണ്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കുന്നതിൽ എനിക്കൊന്നുണ്ട്, പരിധികളുണ്ട്. ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ളത് അതിൽ തന്നെ അധികാരമുണ്ടെന്ന് പറയുന്നത് അത് ശറഅ് വിധി അനുസരിച്ചു കൊണ്ടല്ലാതെ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. ലൗ അറാദ അയ്യുഹരിക മാലഹു, ഒരാളെ ഇടയിൽ പൈസ കത്തിക്കാൻ തീരുമാനിച്ചു, കത്തിക്കാൻ പറ്റൂല. ഇനി അതല്ലെങ്കിലോ ഔ യുഅദ്ദിബ ഹയവാനഹു, എനിക്കൊരു മൃഗം ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ഇങ്ങനെ അല്ല ചാട്ടവാറുകൊണ്ട് അടിച്ചിങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലേ, അധികാരമില്ല, ഒരിക്കലും അതിനൊന്നും അധികാരമില്ല. അമ്മല്ലാഹു സുബ്ഹാനഹു ഫഹുവ യംലികു ദാലിക കുല്ലഹു മുൽക്കൻ ആമൻ ശാമില. പൂർണ്ണമായ അധികാരമുള്ളവൻ ആരാണ്? അല്ലാഹു. അതുകൊണ്ടാണ് പണ്ട് ഏർവാടിയിലെ ചില ആളുകൾ കാലിൽ വിലങ്ങ് വെച്ച് കത്തിപ്പോയി.
സ്വാഭാവികമായിട്ടും ചോദിച്ചു. എന്താ ചോദ്യം? അവിടെയുള്ള ഏർവാടി ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അവരതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ആര് കുറ്റക്കാരാ? റോഡിൽ ഒരു മനുഷ്യൻ വാഹനാപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, ഞാനിങ്ങനെ മാറി നിൽക്കണം, അയാൾ സക്രാത്തിന്റെ ഹാലാണ്, അയാളെടുത്ത് തൊട്ടപ്പുറത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം മനസ്സ് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആരാണ്? കുറ്റവാളിയാണ്. ശരിയല്ലേ? പക്ഷെ ഏർവാടിയിലെ ദുരന്തം നമ്മൾ ചോദിച്ചപ്പോൾ മൂലമാര് തിരിച്ചു വെച്ചെന്നാ? അങ്ങനെയാണെങ്കിൽ മക്കത്ത് ദുരന്തം ഉണ്ടായപ്പോ അള്ളാഹ്ക്ക് കഴിവില്ലേന്ന് വെച്ച്. അപ്പോ എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടും ഒന്നാണ്, നമുക്ക് രണ്ടും ഒന്നല്ല. കാര്യം അള്ളാഹുവിന്റെ മുൽക്കിയത്ത് എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യപ്പെടില്ല. അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുൽമ ചെയ്യൂല്ല, അത് വേറെ. അവ ദുരന്തമൊക്കെ ഉണ്ടാകുന്നില്ലേ, പ്രളയം ഉണ്ടാകുന്നില്ലേ, ഇല്ലേ? അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ന്യായാണോ? ദുൽമ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ആണോ? അള്ളാഹ് ദുൽമ ചെയ്യൂല എന്ന് പറയാം. എന്നിട്ട് ഉള്ള വെള്ളപ്പൊക്കവും പ്രളയവും ഭൂകമ്പം ചെറിയ പണിയൊന്നുമല്ല. ആറ്റം ബോംബ് വിട്ടാലൊക്കെ വളരെ ചെറിയ കിടത്താണ്. പക്ഷെ ഇത് ഒന്നടങ്കം അടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ലോകം അവസാനിക്കൂലേ? അതിലും വലിയ ദുൽമുണ്ടോ? ഒരു ചെറിയ പ്രളയമല്ലേ, ലോകം തന്നെ അവസാനിക്കൂലേ? കുല്ലുമൻ അലൈഹ ഫാൻ, സർവ്വതും തുലയും, സർവ്വതും നശിക്കും ഖുർആൻ. അപ്പോഴോ ദുൽമാണോ അത്? അള്ളാഹുവിന് അതൊന്നും ദുൽമല്ല. കാരണം അള്ളാഹു ഒന്ന് നമ്മുടെ നോട്ടത്തെ നശിപ്പിക്കുമ്പോൾ അപ്പുറത്ത് വേറെ ഉണ്ടാകും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർളി വസ്സമാവാത്. ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാതെ വേറൊന്ന് പടച്ചപ്പുറത്ത് കൊണ്ടുവരും. ഒന്നൊന്നൊരു വളമാക്കും അള്ളാഹു. ഇല്ലാതായി പോകണോ? ആണോ? നമ്മൾ മരിച്ച അമ്മ മരിക്കുക, അള്ളാഹുപ്പുറത്ത് ജീവൻ തരുന്നുണ്ട്. ആർക്ക്? നമ്മുടെ മക്കൾക്ക് ബാപ്പ മരിച്ചോ? നമ്മുടെ മക്കൾക്ക് ബാപ്പ മരിച്ചോ? നമ്മുടെ മക്കൾക്ക് മരിച്ചു, ബാപ്പ എവിടെ ഉണ്ട്? ബർസഖിലുണ്ടേ. ബാപ്പ ബർസഖിലുണ്ടേ. ഇനി ബർസഖ് നടിച്ചു, ലോകം നടിച്ചു, ബർസഖ് നടിച്ചു, അപ്പൊ ബാപ്പ എവിടെ ഉണ്ട്? ആ പ്രശ്നമുണ്ടാവും. നമ്മുടെ പരിമിതമായ ലോകത്ത് നോക്കുമ്പോൾ ദുൽമാണ്. പക്ഷെ പടച്ചവനപ്പുറത്തൂടെ കൊണ്ടുപോകുന്നുണ്ട്. മഹാനായ യൂസുഫ് നബിയെ കൊണ്ടുവന്ന് പൊട്ടക്കിണച്ചിട്ടു. ആര്? സഹോദരങ്ങള്. ബാപ്പ കരയാണ്ടിരുന്നിട്ട്. ആരാ ബാപ്പ? യഹൂബ് നബി കരയാണ്. യാ അസഫാല യൂസുഫ്, പൊന്നു മോനെ യൂസുഫ്, എവിടെയാണ് നീ എന്ന് പറയും. ബാപ്പ കരയാണ്. യൂസുഫ് നബി എവിടെയുള്ളത്? കൊട്ടാരത്തില്. യൂസുഫ് നബി കൊട്ടാരത്തിലാന്ന് വിവരം ബാപ്പ പറഞ്ഞ ബാപ്പ കരയോ? എന്നിട്ടാ ബാപ്പ കരഞ്ഞത്? ബാപ്പക്ക് നഷ്ടം തോന്നുകയാണ്. പക്ഷെ പടച്ചവൻ വേറെ വഴിയുണ്ട്. അവ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്, അറിയാതെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബെന്ത് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കാൻ മാത്രം നിന്റെ ബുദ്ധി വളർന്നിട്ടില്ല, നീ വലുതായിട്ടില്ല. അതുകൊണ്ട് അമ്മല്ലാഹ സുബ്ഹാനഹു ഫഹുവ യംലികു ദാലിക കുല്ലഹു മുൽക്കൻ ആമ്മൻ ഷാമില. പൂർണ്ണമായ മുൽക്കിയത്ത്, അധികാരമുള്ളവൻ. ലാ മുൽക ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ സാക്ഷാൽ അധികാരമുള്ളവൻ ഇല്ല. അവന്റെ അധികാരം മാലിക്കുൽ മുൽക്ക് എന്നതാണ്. സർവ്വ അധികാരികളുടെ മേലും സർവർക്കും അധികാരം കൊടുക്കുന്നത് ആർക്കാണ്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ആശ്വാസമാണ്! മറ്റേ ട്രംപിനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരിക, മോദിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ബേജാറാവുക. ഒരു ബേജാറും വേണ്ട. ഒരാളെ കുറിച്ചും ഓർത്ത്, ഒരു അധികാരിയെ കുറിച്ചും ഓർത്ത് ഒരു ബേജാറിന്റെയും ആവശ്യമില്ല. കാരണം തൂത്തിൽ മുൽക, അധികാരം കൊടുത്തതാരാ? ഇനി അധികാരം എടുത്തു കളയാൻ വിചാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് പോകണമെങ്കിൽ ആര് വിചാരിക്കണം? അള്ള വിചാരിക്കാതെ അത് പോവില്ല. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അപ്പൊ എന്തിനാ പഠിച്ചവൻ അങ്ങനെ അധികാരം കൊടുത്ത്? നമുക്കാർക്കെങ്കിലും തന്നാ പോരായിരുന്നോ? പിന്നെന്തിനാണ് ഈ കൊള്ളക്കാരനും അതുപോലെ തന്നെ വംശീയത്യ നടത്തുന്നവനും ഫാഷിസ്റ്റിനൊക്കെ അധികാരം കൊടുത്ത്? എന്തിനാ?
നമ്മളെ നന്നാക്കാനാണ്, നമ്മളെ ശരിയാക്കാനാണ്. മനസ്സിലായോ? നമ്മളെ ശരിയാക്കാനാണ്. കാരണം ഒരു ലാലിമിനെ കൊണ്ട് അള്ളാഹു വേറൊരു ലാലിമിനെ പരീക്ഷിക്കുകയാണെങ്കിൽ ഈ പരീക്ഷിക്കപ്പെടുന്നതിനോടത്ത് അവൻ എന്തോരു ദുൽമ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ ആയത്തിന്റെ തഫ്സീറിൽ ഇത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതിനെ ഈമാൻ കൊണ്ട് അതിജയിക്കാൻ കഴിയുന്നവന് മാത്രമേ കൂലിയുള്ളൂ. വിശ്വാസം കൊണ്ട്, അതാണ് അമ്പിയാക്കൾ, അവരുടെ എതിരാളികൾ ഭരണകൂടവും സംവിധാനമൊക്കെ വന്നപ്പോൾ അവർ ദീൻ വിട്ടിട്ട് പോയിട്ടൊന്നുമില്ല. കഴുത്ത് പോയവരുണ്ട്, കൈകാല് പോയവരുണ്ട്. റസൂൽ പറഞ്ഞില്ല, ചീർപ്പ് കൊണ്ട് രണ്ടായി പിളർത്തിക്കളഞ്ഞ ആളുകളുണ്ട്. അവർ ദീൻ വിട്ടുപോയില്ല, അവർ ദീൻ ഇട്ടുപോയില്ല. അവർക്കറിയാം എന്ത് ഈ ദുനിയാവിലെ സംവിധാനങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. സർവാധിപതി, ഇതിനെല്ലാം പ്രതിഫലം തരാൻ കഴിയുന്ന സാക്ഷാൽ യജമാനൻ വേറെയുണ്ട് എന്ന ഈമാൻ അവിടെ അവർ ഉറച്ചു നിന്നതാണ്. അപ്പോ തൗഹീദുർ റുബൂബിയ്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അത് ഖൽഖിലും രണ്ടാമത് മുൽക്കിലുമുള്ള ഏകത്വമാണെങ്കിൽ, മൂന്നാമത്തത് വമ്മ ഇഫ്രാദുല്ലാഹി ബിത്തദ്ബീർ. ഇത് നമ്മൾക്ക് പേടിയാണ് ഒരു മുസ്ലിയാരോട് ചോദിക്കാൻ, ആരാണ് മുദബ്ബിർ? ആരാണ് മുദബ്ബിർ? നിങ്ങളുടെ മനസ്സിൽ പോകുന്ന ഉത്തരം എന്താ? പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ ആയി. നമ്മൾ പക്കാ സലഫിയാണെന്ന് പറഞ്ഞാൽ മുദബ്ബിർ ആരാന്ന് പറയും. മുദബ്ബിർ ഉടൻ കണക്ഷൻ വന്നു. എങ്ങോട്ട്? ആ പാവം അയാളുടെ കാര്യം ഓർത്തിട്ട് നമുക്ക് സങ്കടം വരിക. ഈ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന സിയമ്മയുടെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടാലും നമ്മൾ വഴിത്താവും. ഈ പാവപ്പെട്ട മനുഷ്യന്റെ പേരിലാണോ ഇതൊക്കെ പറഞ്ഞത്? സാധു ഒരു കുപ്പായം പോലും ഇടാൻ അത്രമാത്രം ചൂടാ മൂപ്പർക്ക്. ചൂട് കൂടിയിട്ട് കുപ്പായം തന്നെ മൂപ്പര് ഒഴിവാക്കിയത്. അത്തരമൊരു സാധു മനസ്സിലാക്കണം. അദ്ദേഹത്തെ കാണാൻ പോയൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലും മറ്റോ കഴിയുമ്പോൾ കാണാൻ പോയി അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അയാളുടെ തോട്ടുള്ള ആളാണ്. തെങ്ങിൽ ഇങ്ങനെ ചെല്ലി കയറാണ്, കേടുവരുത്തുക, മണ്ടരി കൊണ്ടാക്കുന്ന ചെല്ലി എൻ്റെ അതിങ്ങനെ കയറി കുത്താണ്. അങ്ങനെ പരാതി പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഈ പറയുന്ന ആളിങ്ങനെ കിടക്കുകയാണെന്നാണ്, കൊതുകുവലയൊക്കെ വിരിച്ചിങ്ങനെ കിടക്കുകയാണ്. കൊതുകുവലെ ആർക്ക്? മൂപ്പര് കൊതുകുത്തിയ പ്രശ്നത്തിന് കൊതുകുവല ഇട്ടിരിക്കുകയാണ്. മൂപ്പര് തെങ്ങിമ്പോ കുത്തറ ചെല്ലിയുടെ പ്രശ്നം പറയാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പുലിമൊഴിദീൻ എന്ന് പറയുന്ന ഒരാടെ വലയത്തിൽ പോയി പെട്ട ഒരു സാധുവാണ്. അദ്ദേഹം ഒരു മുദരിസാണ്, ഒരു പാവം. അൽഫിയും അതുപോലെ തന്നെ ഫത്തുൽ മൊയ്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ അദിനാസും മീസാനും ഒക്കെ ഓതിക്കൊടുത്ത് ദറസിലൊക്കെ പാടൊക്കെ പഠിപ്പിച്ച് വെച്ചൊരു പാവം മനുഷ്യനാണ്. ആര്? ഇസിഎം അബൂബക്കർ എന്ന് പറയുന്ന പാവം. അദ്ദേഹത്തിന് ഈ പറയുന്ന പുലിമൊയ്തീൻ്റെ അടുക്കൽ പോയപ്പോൾ പുലിമൊയ്തീൻ എന്തോ കരക്കി കൊടുത്തു. അതോടെ മൂപ്പരെ പിരിവുപോയി. അങ്ങനെ മൂപ്പര് പിന്നെ ഭാര്യയോട് പറഞ്ഞ് വീട്ടിൽ പോയിക്കോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഉമ്മ സലാം പറഞ്ഞു, പോകുന്നു പറഞ്ഞു, സലാമൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് ഉമ്മയ്ക്ക് സലാം പറഞ്ഞ ആട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഭാര്യയോട് വീട്ടിൽ പോക്കോ, ഒരു എന്താ കാര്യം ചോദിക്കോ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? അങ്ങനെ ഒരു സാധനം. പിന്നെ ആളുകൾ നോക്കുമ്പോൾ ഒരാൾ എവിടെ പോകണം, ഞാൻ ജുമാക്ക് പള്ളി പോകണ്ട, എവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? റമദാൻ നോമ്പ് പിടിച്ച് ഇതെന്താ ചായ പിടിച്ചാ? ഇല്ല, നോമ്പാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുക? ഇങ്ങനൊരു പരമസാധുവാണ് ആര്? പക്ഷെ ഇന്ന് മുദബ്ബിർ എന്ന് പറഞ്ഞാൽ ആരാ? കാന്തപുരം തക്രീൽ എഴുതിയ മൗലിദുൻ നൂരി എന്ന് പറയുന്ന മൗലിദ് കിതാബിൽ വരെ രേഖപ്പെടുത്തി വെച്ചു. ഒരു സഖാഫി ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? ആ സന്ദർഭത്തിൽ പിന്നെ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്ത്? ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. അതൊക്കെ എത്രയോ ചെറുത്. ഏത് മുദബ്ബിറുൽ ആലം എന്നൊക്കെയുള്ളത് എത്രയോ ചെറുത്, അത് കുറഞ്ഞു പോയി, ഇപ്പൊ അവിടുന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഫതബസ്സമ ബിബയാൻ, അർത്ഥഗർഭമായി ചിരിച്ചു. ആര്? പണ്ട് ജവഹർലാൽ നെഹ്റു മാനസിക രോഗ ആശുപത്രി സന്ദർശിച്ച കഥ പറയാറുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു ചെന്ന് അപ്പോൾ ഒരിക്കലിങ്ങനെ കല്ലൊക്കെയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ചെന്നിട്ട് തലോടി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, ഞാനും വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്, ഒരു 3 മാസം കഴിയുമ്പോൾ അത് മാറിക്കോളും എന്ന് പറഞ്ഞതുപോലെയാണ് ഇദ്ദേഹം. എങ്ങനെ മുദബ്ബിറുൽ ആലം ആരാന്ന് ചോദിച്ചാൽ അത് അതൊക്കെ ചെറുതോ അതിലും വലുതാന്ന് ഈ കോലത്തിലാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് ചോദിച്ചാൽ
ഉറപ്പിച്ചോ, ഈ കാലത്ത് പ്രത്യേകിച്ച് സമൂഹത്തോട് ദഅവത്ത് നടത്തിക്കോ. ഫഹുവ അയ്യഅതഖിദൽ ഇൻസാനു അന്നഹു ലാ മുദബ്ബിറ ഇല്ലല്ലാഹ് വഹ്ദഹ. അല്ലാഹു അവൻ മാത്രമാണ് മുദബ്ബിർ, അവൻ മാത്രമാണ് വഹ്ദ, അവൻ മാത്രമാണ്. ലാ മുദബ്ബിറ ഇല്ലല്ലാഹ് വഹ്ദ, അവൻ ഏകനാണ്, അവൻ മാത്രമാണ് മുദബ്ബിർ. കമാ ഖാല തആല, കാര്യം ഖുർആൻ അല്ലാഹു പറയാണ്, കുൽ, ചോദിക്കു നബിയേ. എന്താ ചോദിക്കേണ്ടത്? മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ ഫലാ തത്തഖൂൻ ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ ഫഅന്നാ തുസ്റഫൂൻ. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് അറിയണല്ലേ. നമ്മൾ കേരളത്തിലെ 2 വിഭാഗം സമസ്തകളുണ്ട്. ഇത് റെക്കോർഡാണ്, ഞാനിന്ന് ഇവിടുന്ന് വെടി പറഞ്ഞു പോകാൻ പറ്റൂല. കേരളത്തിലെ 2 വിഭാഗം സമസ്തയുണ്ട്, AP സമസ്തയും EK സമസ്തയും. അവിടെ നമ്മളൊരു വെല്ലുവിളി നടത്തി. എന്താ വെല്ലുവിളി എന്നറിയോ? ഈ CM മടവൂര് അദ്ദേഹത്തെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് നിങ്ങൾ ഇരു സമസ്തയിൽ പെട്ട ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇതുവരെയും അവരതിന്റെ റെഡിയായി വന്നിട്ടില്ല, ധൈര്യപ്പെട്ട് വന്നിട്ടില്ല, തയ്യാറായി വന്നിട്ടില്ല. ഇത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയം അല്ലെങ്കിൽ നമ്മളിപ്പോ തൗഹീദിന്റെ ഉള്ളിലേക്ക് കടന്നില്ല. അഖ്സാമു തൗഹീദിൽ, തൗഹീദുർ റുബൂബിയ്യത്ത് എന്താണെന്ന് പറയുമ്പോൾ അത് ഖൽഖിലും മുൽക്കിലും തദ്ബീറിലുമുള്ള ഇഫ്രാദ്, അള്ളാഹുവിനെ ഏകമാക്കലാണ് എന്ന് വിശദീകരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഈ ഇഫ്രാദുല്ലാഹി ബിത്തദ്ബീർ, തദ്ബീർ കൊണ്ട് അള്ളാഹുവിനെ ഏകമാക്കൽ എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്? ആ ചോദ്യക്കൊരു തിസീസാക്കാനുണ്ട്. ആ ചോദ്യം അള്ളാഹുവിന്റെ ഖുർആന്റെ പ്രത്യേക ജവാമിഉൽ കലിം, വളരെ ആശയസമ്പുഷ്ടമായിട്ടാണ് ഖുർആൻ സംസാരിക്കുക. വളരെ കുറഞ്ഞ വാക്കിൽ അതിലിങ്ങനെ ആശയങ്ങൾ തിക്കി നിറച്ച് വിപുലമാക്കി വെച്ചിട്ടുണ്ടാവും. കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ഭുവനവാനങ്ങളിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കാഴ്ചയെ, നിങ്ങളുടെ കേൾവിയെ അധീനമാക്കിയവൻ ആരാണ്? എന്ത് അമ്മൻ യംലികുസ് സമഅ, കാഴ്ചയും കേൾവിയും അധീനമാക്കിയവൻ ആരാണ്? നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മുടേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എനിക്ക് ചെറിയൊരു വീഴ്ച പറ്റി, ചെറിയ രൂപത്തിൽ ഇവിടെ ഒരു പിടുത്തം വന്നൊരു ചെറിയ ചതവ്, ഞാനൊന്ന് ആഞ്ഞു തുമ്മിപ്പോ മൂപ്പര് പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട. എങ്ങനെ തുമ്മണ്ടാന്ന് ആരും സമ്മതിക്കണില്ല, നിങ്ങൾ സമ്മതിക്കണില്ല, തുമ്മണ്ട. നിങ്ങൾ ആലോചിക്കുക, മനുഷ്യന്റെ ഗതികേട് ആലോചിക്കുക. അതുവരെ ഞാൻ വിചാരിച്ചത് തുമ്മൽ എന്റെ ഇഷ്ടത്തിന് ആണോ? അല്ല. അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, കാഴ്ചയും കേൾവിയും അധീനമാക്കിയവനാരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, സർവകാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് നബിയെ അവരോട് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ മറുപടി പറയും നബിയേ. ആരെപ്പറ്റി പറയണേ? അള്ളയാണെന്ന് ആരാ മറുപടി പറയണേ? അബൂബക്കർ സിദ്ദീഖോ? അതുറപ്പല്ലേ? ഉമറുൽ ഫാറൂഖോ? ഉറപ്പല്ലേ? ഇവിടെ ആരോട് ചോദിക്കാനാ പറയണേ? സാക്ഷാൽ ഉമ്മത്തിലെ അഥവാ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫറോവ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടും അങ്ങനെ മക്കയിലുള്ള പക്കാ മുശ്രിക്കുകളോട് നബിയെ മയുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവര് പറയും ലാത്തയല്ല, ഉസ്സയല്ല, മനാത്തയല്ല, ഇബ്രാഹിം അല്ല, ഇസ്മായിൽ അല്ല, ഫസയഖൂലൂന അല്ലാഹ്, അള്ളയാണെന്ന് അവർ മറുപടി പറയും നബിയേ. ഫഖുൽ, അത് പറയുമ്പോൾ അവരോട് ചോദിക്കും നബിയെ, അഫലാ തത്തഖൂ, നിങ്ങൾ അല്ലാഹനെ പേടിക്കുന്നില്ലേ?
അള്ളാഹുവിനോട് തഖ്വ കാണിക്കുന്നില്ലേ? എന്നിട്ട് അള്ളാഹ് പറയാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കണടോ, ഈ പറഞ്ഞ ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്ന, കാഴ്ചയെയും കേൾവിയെയും അധീനമാക്കുന്ന, ജീവനിൽ ഉള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്ന സർവ്വ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു. ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്. അവനാണ് നിങ്ങളുടെ യഥാർത്ഥ റബ്ബായ അല്ലാഹു. ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി സർവാധിപതിയായവൻ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ, മുദബ്ബിറുൽ അംർ, അവനാണ് നിങ്ങളുടെ സാക്ഷാൽ അല്ലാഹു എന്നുള്ള ചെറുപ്പമാതാ ബഅദൽ ഹഖ് ഇല്ലൽ വലാൽ. ഹക്കിന് ശേഷം പിന്നെ ഉള്ളത് വലാലത്തല്ലാതെ വേറെന്താ? ഒരു യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാതെ പോയാൽ, ഒരു സത്യം ഉൾക്കൊള്ളാതെ പോയാൽ പിന്നെ വലാലത്തല്ലാതെ വേറെന്താ ഉള്ളത്? ഫഅന്നാ തുസ്റഫൂൻ. എങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ സർവ്വതിനെയും നിയന്ത്രിക്കുന്നവർ. നമ്മൾ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ തദ്ബീറുൽ ഇൻസാനി ഫമഹ്സൂറുൻ ബിമാ തഹ്ത യദിഹി വമഹ്സൂറുൻ ബിമാ ഉദിന ലഹു ഫീഹി ശർആ. നേരത്തെ ഖാലിഖിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മൾ തദ്ബീർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തദ്ബീർ, പാവം ആ തദ്ബീർ, ഒരു ഓട്ടോക്കാരന് ഓട്ടോ കൊണ്ട് നടക്കുന്ന തദ്ബീർ, അങ്ങനെ കുഞ്ഞൻ തദ്ബീർ, അതൊക്കെ പറയാൻ തന്നെ ഇല്ല. നമ്മുടെ കീഴിലുള്ളത് കയ്യിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും അതും നമുക്ക് ഇഷ്ടത്തിന്. ഇപ്പൊ എനിക്ക് വലതു ഭാഗത്തോടെ വണ്ടി പിടിച്ചു പോകുന്നത് വലിയ ആഗ്രഹമുണ്ട്, വണ്ടിയുണ്ട്, പറ്റുമോ? ഇല്ല. അതൊക്കെ തദ്ബീറുണ്ട് എന്ന് പറയണ പേരിന് പറയല്ലാതെ അതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലും അതിന്റെ നിയന്ത്രണം പോലും നമ്മുടെ കയ്യിലല്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, വഹാദൽ ഖിസ്മു മിനത് തൗഹീദി ലം യുആരിദ് ഫീഹിൽ മുശ്രികൂന അല്ലദീന ബുഇസ ഫീഹിമുർ റസൂലു ബൽ കാനൂ മുഖിറീന ബിഹി. قال تعالى ولئن سألتهم من خلق السماوات والأرض ليقولن الله خلقهن العزيز العليم. ഈ കാര്യം അഥവാ ഈ പറഞ്ഞ മൂന്ന് കാര്യം ഏതാ? ഖൽഖിലുള്ള ഏകത്വം, മുൽക്ക് ആധിപത്യത്തിലുള്ള ഏകത്വം, തദ്ബീർ സർവ്വനിയന്ത്രണത്തിലെ ഏകത്വം. ഇത് ലം യുആരിദ് ഫീഹിൽ മുശ്രികൂൻ അല്ലദീന ബുഇസ ഫീഹിമുർ റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ട ആ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾ ഇതിന് എതിര് പറഞ്ഞിട്ടില്ല. ആരോട്? റസൂലുള്ളാഹിയോട്. ഖുർആൻ നേരത്തെ പറഞ്ഞൊരായത്ത് വീണ്ടും സുഹ്റൂഫിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, നബി അവരോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ അവര് പറയും, ലയഖൂലുന്ന ഖലഖഹുന്ന അൽ അസീസു അൽ ഹകീം. അസീസായ ഹകീമായവനാണ് ഇതൊക്കെ പടച്ചതെന്ന് ആര്? അബൂജഹൽ പറയും. ഫഹും യുഖിറൂന ബിഅന്നല്ലാഹ ഹുവല്ലദീ യുദബ്ബിറുൽ അംറ വഹുവല്ലദീ ബിയദിഹി മലകൂതുസ് സമാവാതി വൽ അർദ്. കാരണം അവരിത് അംഗീകരിച്ചവരാണ്. അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അവന്റെ കയ്യിലാണ് ആകാശഭൂമികളുടെ ആധിപത്യം എല്ലാം എന്ന് അവർ അംഗീകരിച്ചിരുന്നു. വലം യുൻകിറുഹു അഹദും മഅലൂമും മിൻ ബനി ആദം. ആദം മക്കളിൽ അറിയപ്പെട്ട ഒരാളും ഇതിനൊന്നും എതിർത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ പുതിയൊരു ഗവേഷണം നടക്കുന്നുണ്ട്. ഈ ആദമിന്റെ മക്കളല്ലാത്ത മക്കൾ ഇവിടെ ഉണ്ടോ, മനുഷ്യരിവിടെ ഉണ്ടോ എന്ന് ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ പറയണൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ മുദബ്ബിർ അല്ലാത്തത് ഇവിടെ അതൊക്കെ പറഞ്ഞാല് പണ്ഡിതന്മാര് അറിവുള്ളവർ പറയുന്നത് എന്താണ്? വലം യുൻകിറുഹു അഹദും മഅലൂമുൻ മിൻ ബനി ആദം. ആദം മക്കളിൽ അറിയപ്പെട്ട ഒരാളും ഇത് നിഷേധിച്ചിട്ടില്ല. ശിർക്കൊക്കെ ചെയ്യും, പക്ഷേ ഇത് അവരെന്തെടുക്കും പറയണ മനസ്സിലാണ്ടോ? അപ്പൊ ഇപ്പോ ഈ ആദമിന്റെ മക്കളല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആദമിന്റെ മക്കളല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുതിയ പഠനം പറയുന്നത് ഉണ്ട് എന്നാണ്. ഇല്ല എന്നൊക്കെ പറയരുത്, അതൊക്കെ പണ്ടാണ്. ഇപ്പൊ പുതിയ കണ്ടുപിടുത്തൊക്കെ ഉള്ള കാലമാണ്, തപ്പിയാ കിട്ടും. എങ്ങനെ? ആദമിന്റെ മക്കളല്ലാത്ത മനുഷ്യ വിഭാഗം പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. മനസ്സിലാക്കണം. യജൂജ് മഅജൂജിനെ പറ്റിയുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആ രംഗത്ത് വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉണ്ട് എന്നാണ്. അപ്പോ അതിലേക്ക് ഇപ്പൊ പോവല്ല. യഥാർത്ഥത്തിൽ ആദം സന്തതികൾക്കിടയിൽ അറിയപ്പെട്ട സമൂഹത്തിലൊന്നും ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടില്ല. ഫലം യഖുൽ അഹദും ഇന്നലിൽ ആലം ഖാലിഖൈനി മുതസാവിയൈൻ. ഒരേപോലെ രണ്ട് ഖാലിഖുകളുണ്ട്, ഒരേ അധികാരമുള്ള രണ്ട് സൃഷ്ടാക്കളുണ്ട് എന്ന് ആരും മനുഷ്യകുലത്തിൽ ആരും ഇതുവരെ വാദിച്ചത് കണ്ടിട്ടില്ല. ഫലം യജ്ഹദ് അഹദുൻ തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യത്തിനെ അഥവാ ഈ പറഞ്ഞ ഖൽഖിലും മുൽക്കിലും തദ്ബീറിലുമുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെ
നിഷേധിക്കുന്ന ആരും ഉണ്ടായിട്ടില്ല. ലാ അലാ സബീലി തഅ്തീലി വലാ അലാ സബീലി തശ്രീക്, പൂർണ്ണമായി നിഷേധിക്കുക അതല്ലെങ്കിൽ കൂറുകാരെ ഉണ്ടാക്കുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇല്ലാ മാ ഹസല മിൻ ഫിറഔൻ. പക്ഷേ ആരിൽ നിന്നുണ്ടായി? ഫിറഔനിൽ നിന്നുണ്ടായി. പക്ഷേ ആ ഫിറഔനിൽ നിന്നുണ്ടായത് എന്താ? ഫഇന്നഹു അൻകറഹു അലാ സബീലി തഅ്തീലി മുഖാബറതൻ. അവൻ നിഷേധിച്ചു. പക്ഷേ അത് ഉള്ളറിഞ്ഞ് നിഷേധിച്ചതാണോ? അല്ല, അവന്റെ അഹന്ത കൊണ്ട്, അഹങ്കാരം കൊണ്ട് അവൻ പറഞ്ഞതാണ്. എന്ത്? ഫഇന്നഹു അത്തലല്ലാഹ മിർ റുബൂബിയ്യതിഹി വഅൻകറ വുജൂദഹു. അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വുജൂദിനെ, അസ്തിത്വത്തെ അവൻ നിഷേധിച്ചു, അവൻ റുബൂബിയ്യത്തിനെയും നിഷേധിച്ചു. ഖാല തആല ഹികായതൻ അൻഹു, ആ ഫറോവയുടെ വാക്കായി അല്ലാഹു പറഞ്ഞു, ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ആര്? റബ്ബ്, ഉന്നതനായ റബ്ബ് ഞാനാണ് പറഞ്ഞു എന്ന് മാത്രമല്ല, അവൻ വേറൊരു വാചകം പറഞ്ഞു, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുള്ളതായി എനിക്കറിഞ്ഞുകൂടാ. ആരാ പറഞ്ഞത്? ഫറോവ. മാ അലിംതു, എനിക്കറിഞ്ഞുകൂടാ, ലക്കും നിങ്ങൾക്കുള്ളതായി, മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറെ ഇലാഹ്. വഹാദാ മുഖാബറതം മിൻഹു, ഇതെന്താണ്? കിബിറാണ്. ഇത് കിബിറാണ്, ഇതവന്റെ അഹന്തയാണ്. ലിഅന്നഹു യഅലമു അന്ന റബ്ബ ഗൈറുഹു, അവനറിയാം എന്ത്? അവനല്ലാതെ റബ്ബുണ്ടെന്ന് അവനറിയാം. പക്ഷേ ഇത് പറഞ്ഞതോ? അപ്പൊ നമ്മളിങ്ങനെ ലോകത്തൊരാളെ നിഷേധിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും വരും, ഫറോവ നിഷേധിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ഫറോവ നിഷേധിച്ചത് അസ്ലിയാണോ? അല്ല, അഹന്തയാണ്. അവന്റെ അഹന്ത കൊണ്ടാണ്. കാരണം ലിഅന്നഹു യഅലമു അന്ന റബ്ബ ഗൈറുഹു, അവനല്ലാതെ റബ്ബുണ്ട് എന്ന് അവനറിയാം. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞില്ലേ, വജഹദു ബിമാ വസ്തൈകൻതുഹാ അൻഫുസുഹും ളുൽമൻ വഉലുവ, തീർച്ചയായും അവർക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവർ നിഷേധിച്ചത്. രണ്ടു കാരണങ്ങൾ കൊണ്ടാണ്. ളുൽമൻ, അതുപോലെ തന്നെ വഉലുവൻ, അവരുടെ അഹന്ത കൊണ്ടാണ്, അവിവേകത്താൽ നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. വഖാല തആല ഹികായതൻ അൻ മൂസ വഹുവ യുനാദിറുഹു, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുമായി സംവാദം നടത്തിയ വേളയിൽ മൂസാ നബി ഫറോവയോട് പറയുന്നുണ്ട്, ലഖദ് അലിംത മാ അൻസല ഹഉലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ലഖദ് അലിംത മാ അൻസല ഹഉലാ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുമായി സംവാദം നടത്തിയപ്പോ ഫറോവ മുഖത്ത് നോക്കി പറഞ്ഞു, ലഖദ് അലിംതു, നിനക്കറിയാമടാ. എന്താ പറഞ്ഞത്? ലഖദ് അലിംതു, നിനക്കറിയാം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല, അതും ആകാശഭൂമികൾ റബ്ബ്, ആ റബ്ബിന്റെ ഇൻസാലുണ്ടായത്, ആ റബ്ബ് ഇറക്കിയതിന് നിനക്കറിയാം എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നത് കാണാൻ കഴിയും. ഫഹുവ ഫീ നഫ്സിഹി മുഖിറുൻ ബിഅന്ന റബ്ബഹു അല്ലാഹ്. ഫറോവ ഉള്ളുകൊണ്ട് അംഗീകരിച്ചു. ആരെ? അല്ലാഹുവിനെ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളോ? ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയെ നീക്കുന്നതിനാര്? ദൈവത്തെ അംഗീകരിക്കോ? പടച്ചവനെ അംഗീകരിക്കോ? അംഗീകരിക്കൂല. അൻകറഹു റബ്ബ മുഖാബറതൻ. ഇതാണ് അഹങ്കാരം കൊണ്ട്, അഹന്ത കൊണ്ടാണ് അംഗീകരിക്കാത്തത്. അതുകൊണ്ടാണ് കെ നയനാർ മരിക്കുന്നതിന് മുമ്പ് ഹരിപ്പാട് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഏഷ്യാനെറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ഇന്നും ഉണ്ട് യൂട്യൂബിൽ. എന്താ? തന്റെ മരുമകൻ എന്തോ ഒരു അഴിമതി ഫ്ലെക്സ് വിഷയത്തിൽ കാണിച്ചു പത്രക്കാർ ആരോപണം ഉന്നയിച്ചപ്പോ കെ നയനാർ അസ്ലി ഒരു അമ്മോശനായി, അച്ഛനായി, എന്നിട്ട് ഗദ്ഗതനായി തന്റെ മുന്നിലുള്ള പത്രക്കാരോട് പറഞ്ഞു, എന്റെ മേൽ ആരോപണം പറയുമ്പോ ഒരു കാര്യം ഓർത്തോളണം, ഇതെല്ലാം കാണുന്ന ഒരാൾ എവിടെ ഉണ്ട്? മോളിലുണ്ട്. അപ്പൊ പത്രക്കാർ പൊട്ടിച്ചിരിച്ചു. അപ്പൊ ഈ കാക്ക വളരെ ആത്മാർത്ഥമായും ഗദ്ഗതത്തോടെയും വിഷമത്തോടെയും പറയുന്ന, സാധാരണ തമാശ പറയുന്ന നയനാര് ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞപ്പോ പത്രക്കാർ തിരിക്കുന്നുണ്ടപ്പോ ആദ്യം മൂപ്പർക്ക് അത് തിരിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാ കത്തിയത്, പടച്ചോനെ, നീ ഇല്ലെന്ന് പറയുന്ന ആളാണല്ലോ. ആരുടെ പറയുന്നത്? അതും പടച്ചോനെ ഇതാ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഏകദേശം ആളുകളുടെയും അവസ്ഥ. അവരുടെ ഉള്ളിൽ എന്തുണ്ട്? റബ്ബുണ്ട്. അപ്പോ അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. പിന്നെ ചില മജൂസികൾ, അൻകറ തൗഹീദ റുബൂബിയ്യത്തി അലാ സബീലി തശ്രീക്കിൽ മജൂസികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിനെ നിഷേധിക്കുകയുണ്ടായി.
എങ്ങനെ ഹൈസു ഖാലു അവർ പറഞ്ഞു ഇന്നലിൽ ആലമി ഖാലിഖൈനി ഹുമാ അസ്സുൽമതു വന്നൂർ. അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ രണ്ട് സൃഷ്ടാക്കളാണുള്ളത്. പക്ഷെ ആ രണ്ട് സൃഷ്ടാക്കളും മുതസാവിയത്തീനിയല്ല, ഒരേപോലെയല്ല. നേരെ മറിച്ച് ആ രണ്ട് സൃഷ്ടാക്കൾ അസ്സുൽമതു വന്നൂർ, ഒന്ന് പ്രകാശമാണ്, ഇരുട്ടാണ്. അഗ്നി ആരാധകർ, മജൂസികൾ, ഇന്നുണ്ട് അഗ്നി ആരാധകർ. മനസ്സിലായി? നമ്മുടെ ഈ അടുത്ത സമയത്ത് നമ്മുടെ അട്ടിപ്പറ്റ ഉസ്താദിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഈ വിളക്കൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കത്തിക്കണ കണ്ടപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് ഈ പള്ളികളിലും മറ്റൊക്കെ വിളക്ക് കത്തിക്കണ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊന്നു മക്കൾ ഇത് ചെയ്യരുതേ, ഇത് അഗ്നി ആരാധകരുടെ സമ്പ്രദായമാണ്. നിങ്ങൾ കേട്ടു ആ സംസാരം കേട്ടണമെന്ന് വിചാരിക്കുകയാണ്. അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഈക്ക സമസ്തയിലെ വലിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഈ പള്ളിയൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മജൂസികളുടെ ഏർപ്പാടാണ്, അഗ്നി ആരാധകരുടെ ഏർപ്പാടാണ്. ഈ മജൂസികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരുടെ വിശ്വാസം, അവർ പറഞ്ഞു എന്ത്, ഈ രണ്ട് ഖാലിക്കുകളാണുള്ളത്, പടപ്പുകളാണ്, സൃഷ്ടാക്കളാണുള്ളത്. ഒന്ന് ഉൽമത്ത് വന്നൂർ, ഒമാലിക്കലം യജാലു ഹാദൈനി ഖാലിഖൈനി മുതസാബിയൈൻ. ഒരിക്കലും അവർ ഇത് രണ്ടും ഒരുപോലെയാന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ഫഹും യഖൂലൂന ഇന്നന്നൂറ ഖൈറും മിന ദുൽമ ലിഅന്നഹു യഹ്ലുകുൽ ഖൈറ വദുൽമതു യഹ്ലുകു ശർറ വല്ലദി യഹ്ലുകുൽ ഖൈറ ഖൈറുൻ മിനല്ലദി യഹ്ലുകു ശർറ. അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞു, വെളിച്ചം അത് ഖൈറ് പടക്കുന്നു, ഇരുട്ട് അത് ശർറ് പടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരുട്ടിനേക്കാളും ഖൈറ്, ദുൽമത്തിനേക്കാളും ഖൈറ് വെളിച്ചമാണ് എന്നവർ വാദിച്ചു. ഫഇന്ന ദുൽമത അദമുൻ ലാ യുളി വന്നൂറു വുജൂദുൻ യുളി. മറ്റൊരു വാദമാണ് അവർ പറഞ്ഞത്, അഥവാ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അത് അദീമാണ്, ഇല്ലാത്തതാണ്, അത് പ്രകാശിക്കാൻ കഴിയില്ല. വന്നൂറു വുജൂദു യുളി, അതേസമയം പ്രകാശം വുജൂദാണ്, ഉണ്ടാകുന്നതാണ്, അത് പ്രകാശിക്കുന്നതാണ്. ഫഹു അക്മലു മിൻ ദാതിഹി. അതുകൊണ്ട് ഈ പറയുന്ന നൂറാണ് അത് അസ്തിത്വപരമായി തന്നെ, ദാത്തിയായി തന്നെ പൂർണ്ണമായത് എന്നവർ പറഞ്ഞു. വയഖൂലു ഐദ മിൻ ഫർഖിൻ സാലിസിൻ, മൂന്നാമത് അവർ പറഞ്ഞത് അന്നന്നൂറ ഖദീമുൻ അല ഇസ്തിലാഹിൽ ഫലാസിഫ. ഈ ഫലാസിഫയുടെ അല്ലെങ്കിൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ, സാങ്കേതികമായ പ്രയോഗത്തിൽ നൂറ് എന്നുള്ളത് ഖദീമാണ്, പണ്ടേ ഉള്ളതാണ്. വഖ്തലഫു ഫിൽ ദുൽമ, ദുൽമത്തിന്റെ കാര്യത്തിൽ, അഥവാ ഇരുട്ടിന്റെ കാര്യത്തിൽ അവർ തർക്കിച്ചു, അഭിപ്രായ വ്യത്യാസത്തിലായി. ഹൽ ഹിയ ഖദീമത്തുൻ ഔ മുഹ്ദസ അലാ ഖൗലൈനി. അത് രണ്ട് കാര്യം, അത് ഖദീമായതാണോ, പണ്ടേ ഉള്ളതാണോ, പിന്നെ ഉണ്ടായതാണോ എന്ന കാര്യത്തെ അവർ തർക്കിച്ചു എന്നാണ്. അപ്പൊ ഇങ്ങനെ മജൂസികളുടെ കാര്യത്തിലും ആണ് ഈ റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ സംഹിതകളിൽ, അവരുടെ ഫിലോസഫിയിൽ ഈ ഒരു വ്യതിചലനം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ബുദ്ധിപരമായി ലോകത്ത് നിലകൊണ്ട സർവ്വ മനുഷ്യരും ബുദ്ധിപരമായി തന്നെ ഖാലിഖായി അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തരായവരായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പാഠഭാഗം കിതാബു തൗഹീദ് തുടങ്ങിയിട്ടില്ല. കിതാബു തൗഹീദിലെ കിതാബു മൽ മുറാദ് ബിൽ കിതാബ്, മൽ മുറാദ് ബിൽ കിതാബ്, എന്താ ഈ കിതാബ് എന്ന് പറഞ്ഞാല്? എനിക്ക് ചോദ്യം ചോദിച്ചാലേ പറ്റുള്ളൂ. മക്തൂബ ഔ മജ്മുഅ, കുറച്ച് അറബി പറഞ്ഞു പഠിക്കണം, അല്ലെങ്കിൽ എന്താ പറ്റുന്നറിയോ? ഒരാൾ വന്നിട്ട് നിങ്ങൾ ഈ സബ്ബു സുഫൂഫൊക്കെ എന്നൊക്കെ പറയില്ലേ, അത് മലയാളത്തിലാക്കിക്കൂടെ എന്ന് പറഞ്ഞു. ഈ നിൽക്കുമ്പോഴേ സബ്ബ് കിട്ടുമ്പോഴേ സബ്ബു സുഫൂഫ്, ആകെ ഇപ്പോൾ ഉള്ളൊരു ഇച്ചിരി അറബി അച്ചാറ് പോലെ. അപ്പോ സബ്ബു അതൊന്ന് മലയാളത്തിലാക്കിക്കൂടെ? ഞാൻ സബ്ബു സുഫൂഫൊക്കെ എന്താ മനസ്സിലായത്? സഫ് നിൽക്കാനല്ലേ പറഞ്ഞ? അത് തന്നെ, അതിന് മലയാളത്തിൽ പറയണോ? അത് മലയാളത്തിൽ പറയണോ? സബ്ബു സുഫു എന്ന് മനസ്സിലായ പോരെ? ആകെ ഉള്ളൊരു ഇച്ചിരി അച്ചാറ് പോലെ അറബിയാ, അതുകൂടി നമ്മൾ എന്തെടുക്കണം, നീ മലയാളത്തിലാക്കി കൊടുക്കാനാണ് ചില സാധുക്കൾ പറയുന്നത്. അപ്പോ കുറച്ചൊക്കെ നമ്മൾ അറബി തന്നെ പറഞ്ഞിട്ട് എന്തെടുക്കണം. എത്ര ഇംഗ്ലീഷ് വാക്കാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? ടീച്ചർ, പ്രൈവറ്റ്, ബസ്, സ്വിച്ച്, ഇതൊക്കെ ഇംഗ്ലീഷ് അല്ലേ? നമുക്ക് തിരിയാതുണ്ടോ? നമുക്ക് ഇംഗ്ലീഷ് അറിയോ? പക്ഷെ ഇതൊക്കെ നമുക്കറിയാം, മനസ്സിലാക്കണം. അപ്പോ കിതാബ് എന്ന് പറഞ്ഞാൽ ഒന്ന് മക്തൂബ, രണ്ടാമത് മജ്മുഅ. ഈ രണ്ടർത്ഥത്തിലും കിതാബ് എന്ന് പറയും. തൗഹീദോ ഭാഷാപരമായി വഹദ യുവഹിദു, ഏകമാക്കൽ എന്നുള്ളതാണ്. ശറഇലോ ഇഫ്റാദുല്ലാഹി തആല, അല്ലാഹുവിനെ ഏകമാക്കലാണ്. ഏതെല്ലാം വിഷയത്തിൽ? റുബൂബിയ്യത്തി വൽ ഉലൂഹിയ്യത്തി വൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ മൂന്ന് കാര്യത്തിൽ അല്ലാഹുവിനെ ഏകമാക്കലാണ്. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ്റാദുല്ലാഹി ഫിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീരി. മലയാളം പറയണോ? കിതാബ് കയ്യിലുണ്ടോ? അത്യാവശ്യം തിരിഞ്ഞു തുടങ്ങിയില്ലേ? ഒരു 10 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അറബികളായിട്ട് മാറും.
വളരെ സുഖമാണ്. നിന്ന നിപ്പിൽ അറബിയാകുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഗ്രാൻഡ് ഉണ്ട്. വീട് വെറുതെ വെച്ച് തരും. ആര് സർക്കാർ. പണിക്ക് പോണ്ട, കഫീലായിട്ട് ഇന്ന പൈസ കിട്ടും. അവർ 10 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അറബികളായിട്ട് മാറാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളായത് 10 ക്ലാസ് വേണ്ടല്ലോ ഇപ്പൊ തന്നെ നമുക്ക് ആകാം. അത് സുഹൃത്തുക്കളെ, ഇതൊന്നുമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇത് നമുക്ക് റൂഹിയായൊരു ഭാഷയാണ്. ഇത് റൂഹിയായ ഇൽമാണ്. നിങ്ങൾ 100 വാത് കേൾക്കുന്ന പോലല്ല ഇത്. അതല്ലെങ്കിൽ അവിടെ ഇവിടെ പഴയ കെട്ടുകഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഗങ്ങളോ കേൾക്കുന്നത് പോലെ. ഇത് നമ്മുടെ അസ്വിലാണ്. ഇത് നമ്മുടെ കൽബിൽ ഉറപ്പിക്കുമ്പോൾ ഖബറിൽ ഇത് വരും നമുക്ക് പ്രകാശമായി. മൻ റബ്ബുക്, ചോദ്യം ഫസ്റ്റ്. മൻ റബ്ബുക്, തൗഹീദാണ് ആ ചോദ്യം. ആ ചോദ്യത്തിന് റബ്ബാരാണ് ചോദിച്ചോ. ഏത് ഭാഗവും ചോദിച്ചോ, ഏത് തഖ്സീമും ഏത് ഇനവും ഏത് നവവും ചോദിച്ചോ, റെഡിക്ക് മറുപടി പറഞ്ഞു തരും. ദലീൽ ചോദിച്ചോ, മൻ റബ്ബുക്, അല്ലാഹു റബ്ബി, മദ്ദലീൽ. തെളിവെന്താന്ന് ചോദിക്കുമ്പോൾ ഓതിക്കൊടുക്കും. എന്ത് റബ്ബ് അള്ളയാണ് ദലീല്, തെളിവ്. ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കാൻ കഴിയണം. അങ്ങനെ തൗഹീദ് ഉറച്ച് കൽബിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഉള്ളിൽ നമുക്കൊരു വെളിച്ചമുണ്ടാകും, പ്രകാശമുണ്ടാകും. കാഴ്ചക്ക് വ്യത്യാസം വരും, ബുദ്ധിക്ക് വ്യത്യാസം വരും, നിലപാടുകൾക്ക് വ്യത്യാസം വരും, ധൈര്യം വരും. അതാ പറഞ്ഞ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ദുനിയാവ് കൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. തൗഹീദ് കൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ഖൗലു സാബിത്ത് കൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. എവിടെ? ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിൽ ഉറച്ചു നിൽക്കാൻ പറ്റും, ആഖിറത്തിലും വിറക്കാതെ ഉറച്ചു നിൽക്കാൻ കഴിയും. അതാണ് തൗഹീദിന്റെ പ്രത്യേകത. ഞാൻ 2 പേജാണ് ഇവിടെ, 1.5 പേജാണ് ഇവിടെ വായിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വായിച്ച് വിശദമായി തന്നെ പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ആയിട്ട് വരും. 1-2 ദിവസങ്ങൾ കൂടുമ്പോൾ അത് പഠിക്കാനുള്ള സംവിധാനം, വായിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മാസത്തിൽ നമ്മൾ കൂടുന്ന ഈ ക്ലാസ് അതൊന്ന് കൺക്ലൂഷനായി അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് ഒന്ന് നല്ല രൂപത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വിശദമായി പഠിക്കാനുള്ള സംവിധാനമാക്കി നമുക്ക് മാറ്റാം. നമ്മുടെ നാട്ടിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇൻഷാ അല്ലാഹ് തൗഹീദിന്റെ എല്ലാ വിശദമായ വിശദീകരണവും റിസാലത്തിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അഹ്കാമുകളും ഒക്കെ കൃത്യമായി പഠിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടണം. അതിന് നമ്മൾ മനസ്സുവെച്ച് ഒന്നിറങ്ങണം, മനസ്സുവെച്ച് തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് ഈ ദീനീ രംഗത്ത് താല്പര്യമുള്ള പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിൽ നമ്മുടെ പ്രൊഫഷണലുകളായ ആളുകളുണ്ട്, മറ്റു പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഉലമാക്കളിൽപ്പെട്ട ആളുകളുണ്ട്, ഖത്തീബുമാരുണ്ട്, ഇമാമുമാരുണ്ട്, മുഅദ്ദിൻമാരുണ്ട്, മദ്രസയിലെ അധ്യാപകന്മാരുണ്ട്. അങ്ങനെ അറബി ഭാഷയായിട്ട് ബന്ധപ്പെടുന്നവരും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരു കോഴ്സ് രൂപത്തിൽ തന്നെ ഈ വിഷയങ്ങളെ പഠിപ്പിക്കാനും അറബി ഭാഷ പഠിച്ച് അവതരിപ്പിക്കാനും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ദീനി ഗ്രന്ഥങ്ങളെ നേർക്കുനേരെ നോക്കി വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള രൂപത്തിലേക്ക് ഉയർന്നു വരാനുള്ള സംവിധാനം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. വലിയ മെനക്കേടാണ് ഇത് ഏറ്റെടുത്താലെന്നറിയാം, നല്ല അധ്വാനം ആവശ്യമായി വരുന്നതാണെന്നറിയാം. അത് നമ്മുടെ ദൗത്യമെന്ന നിലക്ക് നമ്മൾ നിർവഹിക്കുകയാണ്. അതിന് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും നിങ്ങൾ ഇതിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടണം, ഈ പള്ളിയുമായി ബന്ധപ്പെടണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് തുടർച്ചയായി 2 വർഷം നിരന്തരമായി ഇത് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നീക്കിവെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും വലിയ ബറക്കത്തും ഉണ്ടാവും. ഇന്ന് അല്ലാഹു ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. തഫ്സീൽ ചെയ്ത് പഠിക്കാൻ, എളുപ്പത്തിൽ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ആ ഒരുക്കി തന്ന എല്ലാ സംവിധാനങ്ങളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഒരു ഇതുമില്ല കേട്ടോ. നമ്മുടെ വല്ലുപ്പ ചെന്നാൽ ചിലപ്പോൾ പടച്ചും പൊക്കോളാൻ പറയും. സാധു ജീവിച്ചത് കാളവണ്ടി കയറിയിട്ട് സഞ്ചരിച്ചിട്ടാ പോയത്. മനസ്സിലാക്കണം. ആര്? നമ്മുടെ വല്ലുപ്പേ. ഒരുപാട് മൂപ്പരിന്ന് ഫോൺ ചെയ്യണമെങ്കിലും കമ്പി അടിക്കണമെങ്കിലൊക്കെ പെട്ട പാട് ഇതൊന്നുമല്ല. ഇന്ന് എല്ലാം അല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ തന്നിരിക്കുകയാണ്. ഒരു എഴുതുറും എനിക്ക് പടച്ചവനെ ഇதைയും പഠിക്കാൻ പറ്റും, എനിക്കാരും പഠിപ്പിച്ചു തന്നില്ല, എനിക്ക് സംവിധാനം ഇല്ല, ടെക്നോളജി ഇല്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. പിടിച്ച് പടച്ചു കുലുക്കും നമ്മളെ. കാര്യം അതിനു മാത്രം നിഅമത്തുകൾ വാരിക്കോരി തന്നിട്ട് നമ്മൾ ആകെ ഇത് ഉപയോഗിച്ചെന്തിനാണെന്നറിയോ? എന്തിനാ? വീട്ടിലെ താത്താക്ക് റീലിടാൻ. താത്തക്ക് റീലിടാൻ മാത്രം നമ്മൾ ഉപയോഗിച്ച ഈ സാധനം അള്ളാഹ് അതിന് തന്നതല്ല. നമ്മളെല്ലാം തലതിരിച്ച് ഉപയോഗിക്കുള്ളൂ. അള്ളാഹ് നിഅമത്താക്കി തന്നതിന് ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റൻ. അള്ളാഹ് പറഞ്ഞില്ലേ, അള്ളാഹ് തരുന്ന നിഅമത്തുകളെ ഇവൻ കുഫ്റാക്കി മറിക്കും. അള്ളാഹ് നിഅമത്ത് തരും, ഇവൻ എന്തെടുക്കും? അതിനെ കുഫ്റാക്കി മറിച്ചു കളയും.
അള്ളാഹു അവരെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള എല്ലാ കെടുതികളിൽ നിന്നും രക്ഷപ്പെട്ട് വളരെ കുറഞ്ഞ ആയുസ്സിൽ നമുക്ക് അള്ളാഹു തന്ന ഈ വെളിച്ചം അത് ഖൽബിലേക്ക് ഇറക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ആ വെളിച്ചം ഉണ്ടാക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഓരോ ഗ്രാമത്തിലും നമ്മൾ തുടങ്ങണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരംഭിക്കണം. ഒരു നബിയുടെ ഒറ്റ കാര്യം സ്വീകരിച്ചാൽ മതി, ഒറ്റ വാചകം, ബല്ലിഗു അന്നി 50 ആയത, ബല്ലിഗു അന്നി, എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എന്ത്? വലൗ ആയ, ഒരായത്തെങ്കിലും. ഇത് നിങ്ങൾ നടപ്പാക്കി നോക്കിയാ, ഇത് നടപ്പാക്കിയ ഒരാളുണ്ട് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇത് നടപ്പാക്കിയ ആള് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അയാളുടെ മുന്നിൽ അയാളുടെ കീഴിൽ നിന്ന് പഠിക്കുന്ന 25,000 വിദ്യാർത്ഥികളാണ്. ഒരു ഗ്രാമം 2000-ഓ 3000-ഓ ആണെന്ന് എൻ്റെ ഓർമ്മ. 2000-3000 ഇടയിലുള്ള വീട്, ആ ഗ്രാമത്തിൽ വീടുകൾ മുഴുവൻ ഒഴിഞ്ഞുപോയി ഇയാളെ കൊണ്ട്. ആ ഗ്രാമത്തിൽ 2000-ഓളം വീടുകൾ ഒഴിഞ്ഞുപോയി. എന്താ ഒഴിഞ്ഞുപോയത്? ആളുകൾ പഠിക്കാനും ഇങ്ങോട്ട് വന്നിട്ട് ആ നാട്ടുകാർ അവരവരുടെ വീട് ഒഴിഞ്ഞു കൊടുത്തു. ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 25,000 ആളുകൾ ഒരു ഗ്രാമത്തിൽ. രാവിലെ സുബഹി കഴിയുമ്പോൾ സമ്മേളനത്തിന് പോണ പോലെ ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും. എന്തിനാ? ഖുർആൻ പഠിക്കാൻ. മുസാഫിറെ ഖുർആൻ എന്ന പേരിൽ കുവൈത്തിലെ മസ്ജിദുൽ കബീറിലെ ഇമാമ് അദ്ദേഹം ഒരു യാത്ര നടത്തി, ലോകമൊട്ടാകെയുള്ള ഖുർആൻ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ട്. അങ്ങനെ ഈ ഗ്രാമത്തിൽ ചെന്നു. അയാൾ അത്ഭുതപ്പെട്ടു. ഇത് നടത്തണമെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങനെ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറിയ കേസിന് ജയിലിൽ പോയതാ. ഇയാള് ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ അത്രയും പ്രായമില്ല, ഒരു ചെറിയ ചെറുപ്പക്കാരനാണ്, ഒരു ചെക്കനാണ്. അദ്ദേഹം ജയിലിൽ പോയതാണ്. കുറച്ച് മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ പോണവരൊന്നും എല്ലാവരും കുറ്റവാളികളല്ല കേട്ടോ, ആണോ? അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി എത്ര കാലമാണ് ജയിലിൽ കിടന്നത്? മൊയ്തു മൗലവിയൊക്കെ ജയിലിൽ കിടന്ന ആളാ, യൂസുഫ് നബി ജയിലിൽ കിടന്ന ആളാ. ജയിലിൽ പോയ ആൾ എല്ലാവരും കുറ്റവാളികളാണെന്ന് അർത്ഥമില്ല. ഈ കുട്ടി അങ്ങനെ പോയി ജയിലിൽ കിടന്ന 5, 6, 7 മാസം കിടന്ന് അവസാനം പുറത്തു വന്നു, കാലാവധിയിൽ പുറത്തു വന്ന് വീട്ടിൽ വന്ന് വാപ്പാനോട് പറഞ്ഞു, വാപ്പാ എന്തായാലും ജയിലിൽ പോയി നന്നായി, ഞാൻ 7 ജുസ് ഹിഫ്ളാക്കി എന്ന് പറഞ്ഞു. സമയം വെറുതെ കിട്ടല്ലേ, 7 ജുസ് ഹിഫ്ളാക്കി എന്ന് പറഞ്ഞു. വാപ്പ ഉടനെ കത്തെഴുതി, ഇവനെ പിടിച്ച് അകത്താക്കരുത് പറഞ്ഞിട്ട്. വാപ്പ കത്തെഴുതി അകത്താക്കിച്ചു. ഹാഫിളായിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ ഹാഫിളാക്കി ഇറക്കി, ജയിലിൽ നിന്ന് ഹാഫിളായി. അദ്ദേഹം വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഭവം, അദ്ദേഹത്തിന്റെ ജീവിതം. ഖുർആൻ ഹിഫ്ള് ചെയ്ത് ജയിലിൽ നിന്ന് ഹിഫ്ള് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു കാര്യം തീരുമാനിച്ചു, ജീവിതത്തിൽ ഇനി ഒരാളെ കണ്ടാൽ ഒരായത്ത് ഓതി കൊടുക്കാതെ ഞാൻ വിടൂല. അങ്ങനെ സിഗ്നലിൽ ചെന്ന് നിർത്തുമ്പോൾ തൊട്ടപ്പുറത്ത് എന്തായാലും വണ്ടി വന്ന് നിർത്തും. അപ്പോൾ ഇവൻ ഹോൺ അടിക്കും ഇവിടുന്ന്. മറ്റേ ആള് താത്തു എന്ന് പറയും, ഉണ്ടോ? എന്നിട്ട് ഇവൻ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും, കുൽഹു വല്ലാഹു അഹദ്. മറ്റേ ക്യാ ഹേ ബോലോ കുൽഹു വല്ലാഹു അഹദ്. ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അവന്റെ ഭാഷ ഇന്തോനേഷ്യൻ ഭാഷയിൽ അവർ പറയാം, കുൽഹു വല്ലാഹു അഹദ്. മറ്റേ ആള് കുൽഹു വല്ലാഹു അഹദ്. അപ്പൊക്കോന്ന് പറയും, ബല്ലിഗു അന്നി വലുവായ. വൈകുന്നേരം ഒരു 25 ആളുകൾ വീട്ടിലേക്ക് വിളിക്കും. വീട്ടിലേക്ക് വിളിച്ചിട്ട് നല്ല ബിരിയാണിക്ക് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഇരിക്കും, ഭക്ഷണം കഴിക്കൽ എല്ലാവരും ഇരിക്കും. ഇരുന്നിട്ട് പറയും, ഭക്ഷണം കഴിക്കൽ ഒരു കാര്യം പറയാറുണ്ട്, യാസീൻ. അപ്പൊ എല്ലാവരും പോലോ യാസീൻ വൽ ഖുർആനിൽ ഹകീം, വൽ ഖുർആനിൽ ഹകീം. ആ കഴിച്ചോ എന്ന് പറയും. ബല്ലിഗു അന്നി വലൗ ആയ. ഒറ്റായത്ത് മതി, കൂടുതലൊന്നും വേണ്ട. യാസീൻ എന്ന് പറഞ്ഞ ഒരായത്തായി, അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ഒരായത്തായി, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തായി. നബി എത്ര പറഞ്ഞുള്ളൂ? 50 എന്ന് പറഞ്ഞു. നബി എന്തേ പറഞ്ഞുള്ളൂ? ബല്ലിഗു അന്നി വലുവായ. അള്ളാഹ് അങ്ങോട്ട് കയറി കത്തിച്ചു. പടച്ചവന്റെ പ്രത്യേകത എങ്ങനെയാണ്? അള്ളാഹ് ഇങ്ങനെ കത്തിച്ച വിടല്. ഇവൻ 1 തീരുമാനിച്ചപ്പോൾ അള്ളാഹ് 25,000 തീരുമാനിച്ചു, പഠിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ മനസ്സ് മുഴുവൻ ഇണക്കി കൊടുത്തു. നാട് ഖുർആന്റെ നാടായി മാറി, ഖുർആന്റെ ഗ്രാമമായി മാറി. ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിലെ ബുസ്താനുലൂമില് 1000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു ഖുർആൻ സിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ ആളെ കിട്ടുമെന്ന് ചോദിച്ചു. 1000 പേര് ആളെ കിട്ടുമെന്ന് വെച്ചു. ഇവൻ ഖുർആൻ കിട്ടിയിട്ടില്ല. ഒറ്റ ആയത്തൊരാൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ 25,000 പടച്ചം കൊണ്ട് കൊടുക്കുക. ഇത് കെട്ടുകഥ പറയല്ല. യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഗ്രാമം നിങ്ങൾക്ക് കാണാം, അത് പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങൾക്ക് കാണാം, അയാളെ ഇന്റർവ്യൂ ചെയ്യുന്ന കുവൈത്തിലെ മസ്ജിദുൽ കബീറിലെ ഇമാമിനെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഇത് വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കാണാൻ കഴിയും.
ആബാലവൃദ്ധ ജനങ്ങൾ ഒരു ഗ്രാമത്തിൽ ഒഴുകി വരുന്നത് കാണാൻ കഴിയും. അത് അള്ളാന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ നെയ്യത്ത് വെക്കണം മനസ്സിൽ, കൽബിൽ നെഞ്ചറിഞ്ഞിട്ട്. ആരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ മിനിറ്റ്സിൽ എഴുതാനോ ഒന്നുമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടി, റബ്ബിന്റെ ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, നമ്മുടെ ആഖിറത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ലിഖാ, അത് ഏറ്റവും നല്ല നിലയിൽ സാധ്യമാക്കാൻ വേണ്ടിയെന്ന നെയ്യത്തിൽ നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിച്ചു തരും. ആ തവക്കുൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് ഇതൊരു സംരംഭമായി, നമ്മുടെ നാടൊട്ടുക്കുമെത്തുന്ന വെളിച്ചമായി ഇത് മാറ്റാൻ കഴിയണം. ഒരുപാട് ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലവിധ താല്പര്യങ്ങളോടെ ഇത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവിധ ശർറുകളിൽ നിന്നും മുക്തമായി തൗഹീദിന്റെ വാഹകരായി, ദീനിന്റെ വാഗ്ദാക്കളായി, ദീനിന്റെ പ്രചാരകരായി, പ്രയോക്താക്കളായി നിലകൊള്ളാൻ പരിശ്രമിക്കുന്നവരിൽ സാധുക്കളായി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. യഥാർത്ഥത്തിൽ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാമ് വളരെ 10 വയസ്സാകുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവൻ ഹാഫിളാക്കിയ ആളാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്ത ഹിഫ്ള് ചെയ്ത ആളാണ്. ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം മുഴുവൻ സനദടക്കം ഹിഫ്ളാക്കിയ ആളാണ് ഷാഫി ഇമാം. ആ ഷാഫി ഇമാം ഉസ്താദിന്റെ അടുക്കൽ, വക്കീലിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, ഉസ്താദ് എനിക്ക് ഇപ്പോൾ ഹിഫ്ളാക്കാൻ പറ്റുന്നില്ല. ഇത് മുഴുവനും ഹിഫ്ളാക്കിയ ആളാണ്, പക്ഷേ എന്റെ ഹിഫ്ളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയോട് ഉസ്താദ് പറഞ്ഞ വാചകം എന്താണെന്ന് ചോദിച്ചാൽ, മോനെ സത്യത്തിൽ ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രകാശമാണ്. ഈ അള്ളാഹുവിന്റെ പ്രകാശം പാപികൾക്ക് അള്ളാഹു നൽകുകയില്ല എന്നാണ്. അതുകൊണ്ട് ഇത് റബ്ബിന്റെ നൂറാണ് എന്ന് മനസ്സിലാക്കുകയും അതെന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ഈ ഇൽമ് നമ്മുടെ ഉള്ളിൽ വലിയ പ്രകാശമായി മാറും. തീർച്ചയായും ആ ഇൽമ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നമുക്ക് അള്ളാഹിനെ പേടിയില്ലാതെ ഇൽമില്ലാത്തതുകൊണ്ടാണ്, ജാഹിലായതുകൊണ്ടാണ് അള്ളാഹിനെ പേടിക്കാത്തത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആരായിരിക്കും? ആലിം, അറിയുന്നവനെ ഭയപ്പെടുകയുള്ളൂ അള്ളാഹുവിനെ. അത് ഖുർആൻ പറഞ്ഞതാണ്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവർ ഇൽമുള്ളവരാണ്, വിവരമുള്ളവരാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ഇൽമ് കരസ്ഥമാക്കാൻ പരിശ്രമിക്കുക. റബ്ബ് തആല അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.